പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ജോയ്സ് ടി വി നൈറ്റ് ടെസ്റ്റിമണി ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പറയുന്നു. ഇതിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ പ്രിയപ്പെട്ട ദൈവജനത്തിന് അനുഗ്രഹമായി തീരുന്നുവെന്ന് അറിയുവാൻ കഴിയുന്നതിൽ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മളോടൊന്നിച്ച് ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ഫ്രം ഡൽഹി. വളരെ ആദരവോടും വളരെ സ്നേഹത്തോടും കൂടെ കർത്താവിൻ്റെ ദാസനെ ഈ ചാനലിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ. ഓക്കെ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് അങ്ങേ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് ലഭ്യമായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ കർത്താവെ കേൾവിക്കാർക്ക് വളരെ അനുഗ്രഹവും കർത്താവിലേക്ക് അടുക്കുന്നതിനും കാരണമായി തീരണമേ എന്ന് സ്വർഗീയ പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ വയ്ക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. പാസ്റ്ററെ, തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസനുള്ളതാണ്. ജീവിതാനുഭവങ്ങളെ നമുക്ക് ഷെയർ ചെയ്യാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് ജോയ് ടി വിയോടൊപ്പം എനിക്കും പ്രേക്ഷകരോടൊപ്പം എനിക്കും ഇതിനകത്ത് പങ്കാളിയാകുവാൻ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ ഈ ജോയ്സ് ടി വിയെക്കുറിച്ച് എൻ്റെ ഒരു സ്നേഹിതൻ സന്തോഷ് എന്നൊരു പാസ്റ്ററാണ് എന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആൻറ്റി എന്നെ അവിടെ നിന്ന് കോൾ ചെയ്യുകയും ഇങ്ങനൊരു പ്രോഗ്രാമിൽ പാസ്റ്ററിന് കടന്നു വരുവാൻ സമയമുണ്ടോ എന്ന് ചോദിപ്പാനിടയായി. അപ്പം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇന്ന് ഈ സന്ധ്യാസമയത്ത് പ്രിയ പ്രേക്ഷകരോടൊപ്പം ഇതിൻ്റെ ഡയറക്ടേഴ്സായിരിക്കുന്ന പ്രിയ പാസ്റ്ററും കുടുംബത്തോടൊപ്പം എനിക്കും ആയിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന കൃപയോർത്ത് വീണ്ടും ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാൻ കോട്ടയം എറണാകുളം ജില്ലയുടെ ബോർഡറായിരിക്കുന്ന നീർപ്പാറ പറഞ്ഞ സ്ഥലം പിറവത്തിനടുത്താണ്, പിറവൻ റോഡിന് ഓപ്പോസിറ്റാണ്. ഞാൻ അവിടെ ആണ് എൻ്റെ ഭവനം, എൻ്റെ മാതൃഭവനം അവിടെയാണ്. എന്നാൽ ഒത്തിരി വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നു. ഞാൻ 1988 രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയത്. എൻ്റെ ഒരു സ്നേഹിതൻ ബിച്ചു എന്ന് പറഞ്ഞൊരു സ്നേഹിതൻ മുഖാന്തരമാണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചുണ്ട്. പലപ്പോഴും ഈ ബിജു എന്ന് പറഞ്ഞ സഹോദരൻ ഞങ്ങൾ ഒന്നിച്ച് ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന സമയം ഇവിടെ കൺവെൻഷനൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഈ കൺവെൻഷനൊക്കെ കൊണ്ടുപോവുകയും കൺവെൻഷൻ്റെ സമയത്ത് ലാസ്റ്റ് സമയമാകുമ്പോൾ കർത്താവിന് സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തൻ്റെ കരങ്ങൾ ഉയർത്താൻ പറയും. അപ്പോൾ ഈ സഹോദരൻ വന്നിട്ട് എന്നെ നിർബന്ധിച്ച് കൈ പിടിച്ച് പൊക്കുകയും അങ്ങനെ നമ്മളങ്ങനെ പുറകിൽ നിന്നൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് അവർ ഫ്രണ്ടിലേക്ക് വിളിക്കും. അങ്ങനെ പല പ്രാവശ്യം കൺവെൻഷനൊക്കെ പോയി ഞാൻ കരങ്ങൾ പൊക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം അങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വന്ന സമയം അന്ന് രാത്രിയിൽ എനിക്ക് സമാധാനമില്ലാത്തൊരു ദിവസങ്ങളായിരുന്നു. ഉറക്കം എങ്ങനെ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ ഓരോ പഴയ അനുഭവങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ എനിക്ക് എന്തോ സംഭവിക്കുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദൈവവചനം എന്നെ ഉള്ളിൽ ക്രിയ ചെയ്യുവാണെന്ന് എനിക്ക് മനസ്സിലാവാനിടയായി തീർന്നു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട അയൽവക്കത്ത് ഒരു പെന്തക്കോസ്റ്റ് കുടുംബം താമസിക്കുന്നുണ്ട്. അവിടെ കോട്ടയം മീറ്റിംഗ് വരുമ്പോൾ പാട്ടൊക്കെ പാടി കൈയടിച്ച് ആരാധിക്കുന്ന കേൾക്കും. അപ്പം ഞാൻ ആ വീടിൻ്റെ അടുത്തൊക്കെ ചെന്നിരുന്ന് അത് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു സഹോദരൻ എന്നെ വിളിച്ചു, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കോട്ടയം മീറ്റിംഗ് ഉണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയം മീറ്റിങ്ങിനായിട്ട് അവിടെ ചെന്നു. എല്ലാവരും ഒരു പാട്ട് പാടി എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അന്ന് തൃശ്ശൂരുള്ള ഒരു ദൈവദാസൻ പീച്ചി മാഷ് എന്ന് പറയും. അദ്ദേഹം അവിടെ ശുശ്രൂഷിക്കുക. അദ്ദേഹം ശുശ്രൂഷയിലിരിക്കുമ്പോൾ ഒരു വാക്യം പറഞ്ഞ, ദൈവത്തെ മറക്കുന്നവർ ഇത് ഓർത്തു വിടുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വെടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ലെന്ന ഒറ്റ വാക്യം അതെൻ്റെ ഹൃദയത്തോട് ശക്തമായി ഇടപെട്ടു തുടങ്ങി. അന്ന് രാത്രി ഞാൻ എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ തീർന്നു. ആ സമർപ്പണം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചർച്ചിലെ ദൈവദാസൻ എൻ്റെ വീട്ടിൽ വരികയും എന്നെ സംസാരിക്കുകയും ഞാൻ പിന്നെ രഹസ്യമായിട്ട് ആരാധനയ്ക്ക് പോകാനിടയായി തീർന്നു. അങ്ങനെ ആരാധനയ്ക്ക് പല ദിവസങ്ങളിൽ രഹസ്യമായിട്ട് കടന്നുപോയി. ഒടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കാനിടയായി തീർന്നു. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടണമെന്നൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാനത് ദൈവദാസനെ അറിയിക്കുകയും എൻ്റെ ഭവനത്തിൽ അറിയിച്ചു. അപ്പം എൻ്റെ പിതാവും മാതാവും അവരെല്ലാം എന്നെ എതിർക്കുവാൻ തുടങ്ങി. നീ സ്നാനപ്പെട്ട് ഇവിടെ കയറണ്ട എന്നുള്ളൊരു നിർദ്ദേശം എൻ്റെ പിതാവ് തരികയും ഞാനത് അനുസരിക്കാതെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് ഒരു ചെറിയ നദിയുണ്ട്, അവിടെ പരസ്യമായിട്ട് സ്നാനപ്പെടുവാൻ ദൈവം കൃപ നൽകി. എന്നാൽ എൻ്റെ പിതാവ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. അങ്ങനെ കുറേ നാളുകൾ ഞാൻ പാസ്നേജിൽ താമസിക്കും, വീട്ടിൽ കടന്നു വരും. അങ്ങനെ ദിവസങ്ങളോളം വർഷം കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ്റെ കൺവെൻഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്നൊരു തീരുമാനം എനിക്കുണ്ടാകുകയും ഞാൻ അങ്ങനെ ഈ 1990 കർത്താവിൻ്റെ വേലയോടെ വചനം പഠിക്കുവാനായിട്ട് മാവേലിക്കരയിൽ ഫിന്നി ജേക്കബ്, അത് അന്നത്തെ ഫ്രീ ബെന്തക്കോസ്റ്റ് ചർച്ചാണ്, ഇന്ന് ഷാരോൺ ചർച്ചിൻ്റെ പ്രസിഡൻ്റാണ് ഫിന്നി ജേക്കബ് പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിൽ ഒരു വർഷം എൻ്റെ അടുത്തുള്ള ഒരു സഹോദരനോടൊപ്പം കടന്നു പോകാനിടയായി. എന്നാൽ അവിടുത്തെ പഠനമൊക്കെ വളരെ ബുദ്ധിമുട്ടും, പകുതി ഉച്ചവരെ പഠിച്ചതിന് ശേഷം പ്രാക്ടിക്കലാണ്, എന്ന് വെച്ചാൽ പല ജോലി കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പഠനം നിർത്തി തിരിച്ചു വരികയും 93 കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം കൃപ നൽകി. എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ IPC പെറോൺ സെൻ്ററിനോട് ബന്ധത്തിലായിരിക്കുമ്പോൾ ഒരു നൈനാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു കർത്തദാസൻ ഞങ്ങളുടെ സെൻറ്ററിലേക്ക് പുതുതായിട്ട് കടന്നു വന്നു. അദ്ദേഹം ഈ കാത്തിരിപ്പ് യോഗങ്ങളും മുഴുരാത്രി പ്രാർത്ഥന നടത്തുന്ന ഒരു ദൈവദാസനാണ്. പെറോൺ സെൻ്ററിനൊരു വലിയ ഉണർവുണ്ടാവാൻ കാരണമായി. ആ ഉണർവിൽ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ച് വളരെ ആത്മീകമായിട്ട് ആ പെറോൺ സെൻ്ററിൽ അനേക ചെറുപ്പക്കാർ ശക്തമായ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സെൻ്ററിൽ നിന്ന് 3 ദൈവദാസന്മാർ, 3 ചെറുപ്പക്കാർ ബൈബിൾ കോളേജിൽ പഠിക്കുവാനുള്ളതായിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോയി. അതിലൊരാളാണ് റോയൻസ് എന്ന് പറയും. അദ്ദേഹം ഇന്ന് ആഫ്രിക്കയിലെ സാംബിയയിലെ ചർച്ചിൽ പാസ്റ്ററായിട്ട് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് ദർശനം പ്രാപിച്ച് കടന്നുപോയി. രണ്ടാമത്തെ ആളാണ് വെണ്ണിക്കുളത്ത് നമ്മുടെ ഷാജിയം പോളോ എൻ്റെ അടുത്ത സ്നേഹിതനാണ്. ഷാജിയം പോളോ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കുമ്പനാട് ബൈബിൾ കോളേജ് ചെന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു. ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കാനും അവിടെ പഠിക്കുവാനുള്ള കൃപ ദൈവം നൽകി തന്നു. അന്നത്തെ പഠനം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അപ്പച്ചന്മാർ. അവർ ഓരോ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ ആരാധന വെളിപ്പെടും. അത് സമയങ്ങളോളം പോകും. അതുപോലെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് അന്ന് ഞങ്ങൾ കുമ്പനാട് പഠിച്ചത്. ഇന്നത്തെ ഒരു പഠനമല്ല. ഇന്ന് ഒത്തിരി ഡോക്ടേഴ്സ് ഉള്ളവരും ഡിഗ്രി ഉള്ളവരൊക്കെയാണ്. പക്ഷെ ഇന്ന് അതിനോടൊന്നും അവർ താല്പര്യം കാണിക്കുന്നില്ല. അന്നത്തെ ക്ലാസ് പോലെയല്ല ഇന്നത്തെ ക്ലാസ്സുകൾ. അന്ന് ഓരോ വാക്യമെടുത്ത് അതിനെ അവർ ഒരു മെസ്സേജ് അത് ഡെവലപ്പ് ചെയ്ത് പ്രസംഗിക്കുന്ന പോലെയാണ് പഠിപ്പീര് വ്യാപരിച്ചത്. അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ റെസ്റ്റിൻ്റെ സമയമാകുമ്പോൾ ഷാജിയുമ്പോഴും ഞങ്ങളെല്ലാം കിട്ടുന്ന സമയത്ത് ഓടിച്ചെന്നോ പ്രെയർ റൂമിലിരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായി. അങ്ങനെ 96 എൻ്റെ പഠനം കഴിഞ്ഞ് എനിക്ക് ഇപ്പം വീട്ടിൽ വലിയൊരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ഡെറാഡൂണിലേക്ക് പോകാനായിട്ട് ദൈവം ഒരു അവസരം ഒരുക്കി. അങ്ങനെ 4 വർഷം UP ഡെറാഡൂണിൽ എൻ്റെ പഠനം പൂർത്തീകരിക്കാനിടയായി തീർന്നു. അതേ വർഷം ഞാനപ്പോൾ ദൈവസന്നിധിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ സഹോദരങ്ങളൊക്കെ വിശ്വാസത്തിൽ കടന്നു വരണം. അങ്ങനെ എൻ്റെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ വിശ്വാസത്തെ എൻ്റെ അമ്മയും സ്നാനപ്പെടുന്ന ഒരു ദർശനം ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ആ വിഷയം വെച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ 2 പേരും സ്നാനപ്പെട്ടു. തുടർന്ന് എൻ്റെ പിതാവ് സ്നാനപ്പെട്ടു. പിന്നെ ഞങ്ങൾ ചർച്ചിനോട് ബന്ധത്തിൽ കടന്നു പോകാനിടയായി തീർന്നു.
അങ്ങനെ ഒരു ആത്മീയമായ നല്ല നിലവാരത്തിൽ ഭവനം വന്നപ്പോൾ എനിക്ക് ഡെറോഡിൽ പഠിപ്പാനിടയായി. പിന്നെ തിരിച്ച് ഞാൻ 99 വന്നപ്പോൾ എൻ്റെ വിവാഹം നടന്നു. അത് ഈ മുണ്ടിയപ്പള്ളിയിലുള്ള IPC ചർച്ചിലെ ഒരു സഹോദരി സുജ എന്ന് പറയും, നിഷ എന്നാണ് പേര്. അവരന്ന് അവരുടെ പപ്പയൊക്കെ ആർമിയിൽ ജോലിയുള്ളത് കൊണ്ട് അവർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി നടന്നു. ഇപ്പോൾ ഗുജറാത്തിലായിരുന്നു ഈ സഹോദരി. നാട്ടിൽ അദ്ദേഹം വിവാഹത്തിന് വേണ്ടി വന്നു. പോയി കാണുവാനും വിവാഹം നിശ്ചയിക്കപ്പെടുവാനും 99 വിവാഹം നടക്കുവാനും ദൈവം കൃപ നൽകി. അദ്ദേഹം ഗുജറാത്തിലായതുകൊണ്ട്, ഗുജറാത്തിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയൊക്കെ ആയതുകൊണ്ട്, ഗുജറാത്തിൽ IPC സ്റ്റേറ്റിലെ ചില സഹോദരങ്ങൾ എന്നെ ഞങ്ങളെ ബുച്ച് എന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അയക്കുവാനിടയായി. അങ്ങനെ ആ സമയത്ത് ബുച്ചിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തു. ഞങ്ങൾ കുമ്പനാട് ഞാൻ കടന്നു ചെന്ന് അന്ന് TS അബ്രഹാം പാസ്റ്റർ, ഞങ്ങളന്ന് വളരെ അടുത്ത പരിചയക്കാരും ആത്മീയമായ നല്ല ബന്ധങ്ങളുണ്ട്. കാരണം വീക്കെൻഡിൻ്റെ സമയമാകുമ്പോൾ ഞാൻ വീട്ടിൽ വരത്തില്ല, ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെറിയ ചെറിയ വർക്കുകൾ, ലൈബ്രറിയിലെ വർക്കുകളാക്കി നിൽക്കുമ്പോൾ പപ്പ ഞങ്ങളന്ന് പപ്പയെന്ന് വിളിക്കുന്നു. പപ്പ ഞങ്ങളോട് വലിയ സ്നേഹത്തോട് ഇടപെടുകയും ഷാജിയുമ്പോൾ ഞങ്ങളോടൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യും. അങ്ങനെ പപ്പ ഞങ്ങളെ പ്രാർത്ഥിച്ചാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഞങ്ങൾ അയക്കുന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ പാസ്റ്റർ ബാബു ചെറിയാൻ പാസ്റ്ററും ഞങ്ങളെ പ്രാർത്ഥിച്ച് വടക്കേ ഇന്ത്യ അങ്ങോട്ട് അയക്കുവാൻ വേണ്ടി തീർന്നു. അവിടെ ചെന്നപ്പോൾ ബുച്ച് ഗാന്ധിധാം കഴിഞ്ഞാൽ ഏകദേശം 90 കിലോമീറ്റർ കഴിഞ്ഞ് മാത്രമേ ബുച്ച് എന്ന പട്ടണം, അത് കച്ച് ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഈ ബുച്ച്. അവിടെ പാകിസ്ഥാന്റെ ബോർഡറാണ്. 400 കിലോമീറ്റർ കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. ഒരു കറാച്ചിയൊക്കെ നമുക്ക് ലൈറ്റ് ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ്, ചെറിയ മങ്ങലായിട്ട് കാണാം. അപ്പോൾ അവിടെ ഉള്ളത് മുഴുവനും ആർമിക്കാരും നേവി, BSFകാർ, പിന്നെ CSFകാർ, പിന്നെ എയർഫോഴ്സുകാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ കുറെ കച്ചികൾ എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവർ ഒട്ടകം വളർത്തിയും ഈ ഈന്തപ്പനയാണ് അവർ കൃഷികളൊക്കെ. കാരണം ഇതൊരു ഡെസർട്ട് ഏരിയ ആണ്. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ആ ചർച്ചിൽ ആകെ ഉള്ളത് ഒരു മലയാളി കുടുംബമാണ്. ബാക്കിയെല്ലാം വിവിധ ഭാഷക്കാരാണ്. 14 പേരുള്ള വിവിധ ഭാഷക്കാരാണ്. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആ ഒരു വർഷമായപ്പോൾ 40-ൽ പരം ആത്മാക്കളെ ദൈവം നൽകി തന്നു. അപ്പോൾ 2000-ത്തിലേക്ക് പ്രവേശിച്ചു. ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദാനമായി നൽകി തന്നു. അവന് അവിടെ ജനിച്ചുകൊണ്ട് ഞങ്ങൾ അവന് ആശിഷ് എന്ന് പേരിട്ടു. 2000 കഴിഞ്ഞു. 2001 ജനുവരി മാസമായപ്പോൾ കുമ്പനാട്ട കൺവെൻഷനാണ്. ആ കൺവെൻഷന് വേണ്ടി ഒത്തിരി ദൈവാസന്മാർ ഞങ്ങൾ ഈ ഗാന്ധിധാം നാഗർകോവിൽ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ബുക്ക് ചെയ്ത് ഗുജറാത്തിലുള്ള മലയാളി ദൈവാസന്മാരെല്ലാം കുമ്പനാട് വന്നു. ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് 2001 കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ മിസ്സിസിനോട് ദൈവം ഇടപെടുവാൻ തുടങ്ങി, സംസാരിപ്പാൻ തുടങ്ങി, ചില ദർശനങ്ങൾ നൽകുവാൻ തുടങ്ങി. സമുദ്ര തീരത്തുള്ള ഒരു പട്ടണത്തെ ഞാൻ നശിപ്പിക്കുമെന്നൊരു ആലോചന കേൾക്കുകയും ഒരു ദർശനം പ്രാപിച്ചിട്ട് എന്നെ വിളിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടു, സമുദ്ര തീരത്തുള്ള പട്ടണത്തെ നശിപ്പിക്കും. അത് യെശയ്യാപ്രവചനം 21-ാം അധ്യായം 24-ാം അധ്യായത്തിലുണ്ട്. ഇതെടുത്ത് വായിക്കുവാനുള്ള ഒരു ആഹ്വാനം പുള്ളിയുടെ ചെവി കേൾക്കുവാനിടയായി. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുമ്പനാട് വരുമ്പോഴൊക്കെ പഴയ ഞങ്ങളുടെ സ്നേഹിതന്മാരെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ട്, ദൈവാലോചന കേൾക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ എന്നെ പോലെ ഒരു ശബ്ദം കേൾക്കുകയും ഈ ഭാഗം എടുത്ത് വായിക്കാൻ പറയുകയും ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞ കർത്താവിന്റെ വരവായി നമ്മളെ ഒന്നും കൂടെ ദിവസങ്ങളിൽ ഒരുക്കി നമുക്ക് ഇരിക്കാം, എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അന്നത്തെ കുമ്പനാട് കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനായിരുന്നു. ഭയങ്കര ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. കാരണം അന്ന് പന്തലിലാണ് എല്ലാവരും കിടക്കുന്നത്, ദൂരെ നിന്ന് വരുന്നവരെല്ലാം കിടക്കുന്നത്. ഇന്ന് എല്ലാവർക്കും വാഹനങ്ങളായതുകൊണ്ട് എത്ര ദൂരമാണേലും കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകും. അന്ന് പന്തലിൽ ഒരു ഭാഗത്ത് സ്ത്രീകൾ, ഒരു ഭാഗത്ത് പുരുഷന്മാരും. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന, പാസ്റ്റർ ജേക്കബ് ജോൺ പഞ്ചാബിലുള്ള അദ്ദേഹമാണ് ഈ പ്രഭാത പ്രാർത്ഥനയൊക്കെ അന്ന് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഗ്രൗണ്ടിന് ചുറ്റും പ്രാർത്ഥനയും ഒരു കൂട്ടം ജനം, അങ്ങനെ വലിയ ആത്മീയ അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. എന്നാൽ ആ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് ഈ 2001 ജനുവരി മാസം 26-ാം തീയതി ഭാരതത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ഭൂകമ്പം ഗുജറാത്തിൽ നടക്കുവാനിടയായി. അന്ന് ജനുവരി 26 ആയതുകൊണ്ട് അന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അന്ന് രാജ്യം മുഴുവനും റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാവിലെ 8:45 ഭൂകമ്പം നടക്കുന്നത്. എന്നാൽ അന്ന് എൻ്റെ അമ്മച്ചി അന്ന് അവിടെയുണ്ട്, ഗുജറാത്തിലുണ്ട്. എൻ്റെ അമ്മേനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അമ്മ അവിടെയുണ്ട്, എൻ്റെ ഒരു കുഞ്ഞ്
അവന് 97 ദിവസം അന്ന് പ്രായമായി. ആ കുഞ്ഞും വൈഫും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ വലിയ ഭൂകമ്പത്തിൽ കുഞ്ഞ് കട്ടിലിൽ നിന്ന് താഴെ ഒന്ന് വീണു. മിസ്സിസ് ആ സമയത്ത് വാഷ്റൂമിലായിരുന്നു. അവിടെ നിന്ന് അന്ന് ഗുജറാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന പോലെ നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശത്ത് വീടിനകത്ത് ടോയ്ലറ്റും റൂമൊന്നുമില്ല. അവരെല്ലാം വെളിയിലാണ് അതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അത് നീണ്ട ഒരു ബാൽക്കണിയും കാണും, ഒരു കോർണറിലെ ബാത്റൂമാണ്. അവിടെ ഈ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് മുകളിലേക്ക് 3 ഫ്ലാറ്റുകൾ വീണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ചെരിഞ്ഞ് 4 നിലയുള്ള ബിൽഡിംഗ് ആണത്. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നത്. ഈ ബിൽഡിംഗ് ചെരിഞ്ഞിട്ട് നമ്മുടെ വൈഫിൻ്റെ ആ ഡോർ ജാമായിപ്പോയി. പുറത്ത് വരാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി. സ്റ്റെയർ കേസെല്ലാം ഇടിഞ്ഞ് അങ്ങനെ അമ്മ അടുക്കളയിൽ വീണുപോയി. കുഞ്ഞ് താഴെ വീണ് കരഞ്ഞു. കുഞ്ഞിൻ്റെ ബാക്കാണ് ഈ ഇടിച്ചത്. 97 ദിവസമുള്ളൂ. നമുക്കറിയൊരു കട്ടിലേന്ന് ഉറക്കത്തിൽ എത്രയോ പേര് വീണ് മരിച്ചു പോകുന്നു. അത് കുഞ്ഞ് കിടന്ന് കരയുന്ന ഒരവസ്ഥയായി. പിന്നെ ഈ വാതിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങളെ തിരക്കി ഞങ്ങളുടെ ഹൗസ് ഓണർ വന്നു. കാരണം ഞാൻ അവിടെ ഇല്ലെന്നറിയാം. അദ്ദേഹം അവിടെ ഓടി വന്ന് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ഒരു വിധത്തിൽ മുകളിൽ കയറി വന്ന് വാതിലുകൾ ചവിട്ടി തുറന്നാണ് വൈഫ് കുഞ്ഞിനെടുത്ത് അമ്മയുടെ കൊടുത്തു. അമ്മേനെ പയ്യെ എഴുന്നേൽപ്പിച്ച് നിർത്തി വൈഫിനെ പുറത്തു കൊണ്ടുവരുന്നു. ഇത് അതിനകത്ത് പുള്ളിക്കാരി 2.25 മണിക്കൂർ അകപ്പെട്ടു പോകാനിടയായി. ഈ അകപ്പെട്ടു പോയത് കൊണ്ട് അതിനകത്ത് തന്നെ ഒരു അൺനോർമൽ, കാരണം കുറേ പെട്ടെന്ന് കരണ്ടും പോയി, കൂരിരുട്ട് അതിനേക്കാൾ നിലവിളിച്ചിട്ട് ആരും കേൾക്കുന്നില്ല. അങ്ങനെ പതിയെ പുള്ളിക്കാരനൊരു അൺനോർമൽ കണ്ടീഷനിലേക്ക് വരുവാനിടയായി. ഞാൻ ഓടി വന്നു, കുഞ്ഞിനെ കണ്ടു. കൊച്ചിനെ കണ്ടപ്പോൾ ഈ 97 ദിവസമുള്ള ഒരു കൊച്ച് 1 വയസ്സ് പ്രായം പോലെ നീര് വെച്ച് വളർന്നു കഴിഞ്ഞു. കാരണം അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലെല്ലാം തകർന്നു പോയി. ഇന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം, ഹോസ്പിറ്റലിലുള്ള ഒത്തിരി പേഷ്യൻസാണ് മരിച്ചു പോയത്. ഒത്തിരി ഹോസ്പിറ്റലിൽ വീണുപോയി. ഈ പ്രൈവറ്റ് ഡോക്ടേഴ്സ് എല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ഫ്രീ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കണം. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ 6 മണിക്കൂറിന് ശേഷം ഇസ്രയേലിൻ്റെ ഒരു മെഡിക്കൽ ടീം കടന്നു വരികയും പെട്ടെന്ന് അവർ ടെൻ്റ് അടിച്ച് അവരൊരു ഡോഗൊക്കെ ആയിട്ട് അവിടെ വന്നേ ഒത്തിരി പേരെ അവർ രക്ഷപ്പെടുത്തുകയും മെഡിസിനൊക്കെ പലർക്കും കൊടുക്കാനിടയായി. ആ സമയങ്ങളിലൊക്കെ കൈകാലുകൾ മുറിഞ്ഞു പോയി ഒത്തിരി പേരവിടെ കൊണ്ടുവരികയും ചെയ്യും. ഇപ്പം ഞങ്ങൾ എന്നിട്ട് അഹമ്മദാബാദിൽ വന്നു. ഞങ്ങളുടെ ട്രെയിൻ അഹമ്മദാബാദിൽ വന്നപ്പോൾ ആണ് അറിയുന്നത് ഗുജറാത്തിൽ ഭൂകമ്പം നടന്ന കാര്യങ്ങൾ. പിന്നെ അവിടെ ചെറിയ TV-യിൽ ഇത് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറയുന്നു, ഈ ഗുജറാത്ത് പട്ടണത്തിൽ ആരും ജീവനോടെ ശേഷിക്കുന്നില്ല. ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുക, ഭയങ്കര വേദനയാ, സഹിക്കുക. എന്ത് ചെയ്യണം? മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നിന്ന് 9 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ബുച്ചിലെത്താൻ പറ്റത്തുള്ളൂ. അന്ന് റൺ ഓഫ് കച്ച് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബാല്യകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആ പാലങ്ങളെല്ലാം തകർന്നു പോയത് കൊണ്ട് വണ്ടിയൊന്നും അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ അന്ന് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പുൽപ്പൊടിയുണ്ട്, പുല്ല്, അത് പൊടിച്ച് അതുമായ ചിപ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നത്. ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് വളരെ നിരാശയോട് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ചർച്ചിൽ ഇടയ്ക്കൊക്കെ വരുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ആർമി ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പം അദ്ദേഹം ഈ വണ്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം വെളിയിൽ നിന്ന് ഞാനൊന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും ക്യൂ നിന്ന് ബ്രെഡ് വാങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ നിൽക്കുക. വാങ്ങണമെന്നുമില്ല, കഴിക്കണമെന്നുമില്ല. പക്ഷേ അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് എന്നെ വിളിച്ചു, പാസ്റ്റേ ട്രെയിൻ ഉണ്ടായിരുന്നോ? നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, പാലും എല്ലാം തകർന്നു പോയി, നമ്മൾ എന്തു ചെയ്യും? അങ്ങനെ കാരണം ഫോണിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലൈൻ എല്ലാം തകർന്നു പോയി. അന്ന് നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ള പോലെ മൊബൈൽ സംവിധാനം ഇല്ലല്ലോ 2001. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ മാനസിക സംഘർഷത്തിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു ടാക്സി വിളിച്ചുമ്പോൾ പോകാം. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നാട്ടിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴെങ്ങനെ പൈസ ഉണ്ടാകുന്നത്? അങ്ങനെ ഭാരപ്പെട്ടപ്പോൾ അദ്ദേഹം പറയില്ല, ഞാൻ ടാക്സി വിളിക്കാം, ഒന്നിച്ചു പോകാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞങ്ങൾ ടാക്സി കയറി പോർബന്ദർ, ജാംനഗർ, രാജ്കോട്ട് ചുറ്റിക്കറങ്ങി 18 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പാർത്ത പട്ടണത്തിലെത്തി. രാത്രി 3 മണി ആയപ്പോൾ നോക്കുമ്പോൾ ഞാൻ പാർത്ത പട്ടണമാണോ എന്താണെന്ന് അറിയാൻ മേലാതെ ചണ്ടിക്കൂമ്പാരം പോലെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. എവിടെ നോക്കിയാലും നിലവിളി മാത്രമാണ്. മനുഷ്യൻ അങ്ങും ഇങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്.
ഭയങ്കരമായിട്ട് മനുഷ്യൻ ഓടുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഭാരം തോന്നി. അവരെവിടെ പോകും, എങ്ങനെ പിടിക്കും, അവരെ എവിടെ കണ്ടെത്തും? കാരണം നിലവിളി എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ ഇങ്ങനെ ഈ ഭൂമി ഉലുക്കം വരുന്ന കൊണ്ട് മനുഷ്യനെല്ലാം ഭീതിയോടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലേക്ക് അവർ ഇരിക്കുന്നവർ പെട്ടെന്ന് ഓടി വെളിയിലേക്ക് വരും. ഭയങ്കര ശബ്ദത്തോടു കൂടി ഈ ഭൂമിക്കടിയിൽ നിന്നെന്തോ ഉരുണ്ട്, നമ്മൾ റെയിൽവേയിൽ പോകുമ്പോൾ പാലത്തിൽ കൂടെ വളരെ സ്പീഡിൽ ട്രെയിൻ പോകുന്ന ഒരു ശബ്ദമാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ അവിടെ വന്ന് ഞാൻ നേരം വെളുത്തപ്പോൾ ഞാൻ താമസിക്കുന്ന ആ ഫ്ലാറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ അതെല്ലാം ഗേറ്റ് എല്ലാം വീണ് തകർന്നു കിടക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പേപ്പറിൽ ഒന്ന് എഴുതി വെച്ചിരുന്നു, അച്ഛാ ഞാനും മോനെയും അമ്മച്ചിയെയും സെക്രട്ടറി വന്ന് നമ്മുടെ സെക്രട്ടറി വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഉടനെ ഒരു ആശ്വാസമായി. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കുഞ്ഞിനെ കാണുമ്പോഴാണ് 1 വയസ്സ് പ്രായം എൻ്റെ കുഞ്ഞ് ആ നീളത്തിൽ വളർന്ന് ശരീരം നീര് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം. പക്ഷെ എവിടെ കൊണ്ടുപോകാനാ, എങ്ങും ഒരു ഹോസ്പിറ്റലില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇസ്രയേലിൻ്റെ ഈ മെഡിക്കൽ ക്യാമ്പിലൊക്കെ ഒരു പെയിൻ കില്ലർ കൊണ്ട് അത് പകുതി വെച്ച് 2 പേർക്കൊക്കെ കൊടുക്കുന്ന കാഴ്ചകൾ കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫാദറിലും അവിടെ നിന്ന് വന്ന്, അദ്ദേഹം ചണ്ഡീഗഡിലായിരുന്നു, അവിടെ നിന്ന് വന്ന് ഞങ്ങളെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കൊച്ചിനെ കണ്ടപ്പം രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് അഹമ്മദാബാദിന് പോകണം. അപ്പോൾ അവിടെ അഹമ്മദാബാദ് 2ാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത്. അഹമ്മദാബാദിന് പോകാൻ വേണ്ടി വണ്ടി കിട്ടുന്നില്ല, ബസ്സെല്ലാം ഫുള്ളായി. അതിൻ്റെ മുകളിലൊക്കെ ആളിരുന്ന് ജീവനോടെ രക്ഷപ്പെട്ടവരെല്ലാം അവിടെ നിന്ന് വിട്ടുപോവുക. അപ്പോൾ ആർമിക്കാർ അവിടെ നിന്ന് പറഞ്ഞു, ഗവൺമെൻറ് ഓർഡർ ചെയ്ത് ജീവനോടെ ശേഷിച്ചവരെല്ലാം അവിടെ നിന്ന് വിട്ടുപോകണം. കാരണം ഈ ഡെഡ് ബോഡി എല്ലാം ഇതിനകത്ത് മണ്ണിനടിയില്ല, ബിൽഡിംഗ് എല്ലാം 10-14 ബിൽഡിംഗ് താണു പോയി, ഭൂമിക്കടിയിലേക്ക് പോയി. ഇനി ഇവിടെ ഇതുങ്ങളെല്ലാം ഈ ശവങ്ങളെല്ലാം ചീഞ്ഞിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് പലർക്കും ഉണ്ടാകുന്നതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും കാലിയായിക്കൊണ്ടിരിക്കുക. ആർമിക്ക് അത് കൈമാറി. അപ്പോൾ അവർ വന്ന് ജീവനുള്ള ഈ ടെൻറ്റിൽ താമസിക്കുന്നവരെല്ലാം കാലിയാക്കുക. അവരുടെ വണ്ടിയിലെല്ലാം കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ട് അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഞങ്ങൾക്കും ഒരു ബസ് കിട്ടി. ഒരു വിധത്തിൽ ഞങ്ങൾ കയറി പറ്റി. അന്നേരം കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമായി. പകുതി അഹമ്മദാബാദിനോട് അടുത്തെത്തിയപ്പോൾ കുഞ്ഞ് കരയുന്ന സമയത്ത് പുള്ളിക്കാരി പെട്ടെന്ന് പാല് കൊടുത്തിട്ട് കുഞ്ഞ് കുടിക്കാതിരുന്നപ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോയെന്നും പറഞ്ഞിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഈ മോൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അങ്ങനെ അറിയാതെ തൊട്ടപ്പം നനവ് പോലെ തോന്നി. പെട്ടെന്ന് നോക്കിയപ്പോൾ ബ്ലഡ്. അതിനോട് പറഞ്ഞ അച്ഛ ആണ്ടൊരു കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ പോയിരുന്നു, കുഞ്ഞ് മരിച്ചിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരു ഓട്ടോ പിടിച്ച് അഹമ്മദാബാദിലേക്ക് ഒരു ഓട്ടോയിൽ ഞങ്ങൾ ചെന്ന് അവിടെ ഒരു പ്രൈവറ്റ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ കൊച്ച് മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വൈഫ് ഒരു ആയി കഴിഞ്ഞു. പിന്നെ ഫാദറിലോ ഉണ്ടായിരുന്നു. പപ്പ നിങ്ങൾ പറഞ്ഞു, മോനെ ദൈവം തന്നു, ദൈവം എടുത്തു, ഇനി നിങ്ങൾ കുഞ്ഞിനെ കുറിച്ച് ആശിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഉച്ചി നടക്കുന്ന സംഭവം മരിച്ചവരെല്ലാം കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുക. വലിയ പെട്രോളിൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇത് അന്ന് നടന്ന സംഭവമാണ്, കത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദൈവം അവിടെ ആ കുഞ്ഞിനെ ഇടാതെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കാം ഞങ്ങളെ യാത്ര ഇവിടെ കൊണ്ടുവന്നത്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വളരെ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മലയാളി നേഴ്സ് വന്നു. എന്നോട് പറഞ്ഞ്, പാസ്റ്റേ കുഞ്ഞ് മരിച്ചു പോയി, കുഞ്ഞിനെ അടക്കം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ സെമിത്തേരി ഉണ്ട്, നമുക്കവിടെ ചെയ്യാം, ഞങ്ങൾ സെവന്തിടക്കാരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഞാൻ പെന്തക്കോസ്റ്റിലെ ഒരു പാസ്റ്ററാണ്, എനിക്കിവിടെയുള്ള ഏതെങ്കിലും ഒരു പാസ്റ്ററിൻ്റെ ഫോൺ നമ്പർ തന്നാൽ മതി, ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരൊരു പാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്തും ഒരു ഷാരോണിലെ ദേവദാസൻ എന്നെ കാണാൻ വരികയും പിന്നെ അവർ ഉള്ള ആ ലിങ്കിലുള്ള എല്ലാ ദേവദാസന്മാരും വിളിച്ചു വരുത്തി ഞങ്ങളെ അഹമ്മദാബാദിനടുത്ത് അൻസോൾ IPC ചർച്ചിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടിയൊക്കെ അവർ തയ്യാറാക്കി. പിറ്റേ ദിവസം അന്ന് പാസ്റ്റർ KV എബ്രഹാമാണ് IPCയിലെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. എങ്കിൽ ജോർജ് കുട്ടി പാസ്റ്റർ അദ്ദേഹം അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം കൂടെ കടന്നു വന്നു സംസ്കാര ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പോൾ വിശ്വാസികൾ കുറച്ച് പേര് പറഞ്ഞു, പാസ്റ്റർ നാട്ടിൽ കൊണ്ടുപോകാം,
ഇച്ചിരി റെസ്പോൺസ് കൂടും, ഞങ്ങൾ ചെയ്യാം. എന്നാൽ വേറൊരു കൂട്ടർ പറഞ്ഞു, വേണ്ട പാസ്റ്ററെ, കുഞ്ഞ് ഇവിടെ വെച്ചല്ലേ മരിച്ചേ, അപ്പം മരിച്ചവർക്കെല്ലാം ഗവൺമെൻറ് 1,00,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്, അത് പാസ്റ്റിന് കിട്ടും, അതുകൊണ്ട് ഇവിടുത്തെ അനാഥരെ കുഴിച്ചിടുന്ന സെമിത്തേരിയിലുണ്ട്, അവിടെ അടക്കം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ നിർബന്ധത്തിൽ ഓൾറെഡി അവിടെ കുഴി കുത്തി. പിന്നെ ഞങ്ങൾ ഇത്ര എക്സ്പെൻസ് ആവും, ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, നാട്ടിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞു കുട്ടിയല്ലേ, അങ്ങനെ ഓർത്ത് ഞങ്ങൾ പിന്നെ അത് സമ്മതിക്കുകയും അവിടെ അടക്കം ചെയ്യുവാൻ ദൈവം കൃപ നൽകി. അതിനു മുമ്പ് എന്നോട് പുള്ളിക്കാരൻ്റെ വൈഫ് ചോദിക്കുന്നു, അച്ഛാ നമ്മൾ എവിടെ കൊണ്ടും നമ്മുടെ കുഞ്ഞിനെ കുഴിച്ചിടും, അച്ഛൻ ഒരു കാര്യം ചെയ്യുക, കുഴി കുത്തിക്കോ, ഞാൻ ദൈവവചനമൊക്കെ വായിച്ചു തരാം. അന്നേരം പുള്ളിക്കാർ ബലം പ്രാപിച്ചു കഴിഞ്ഞു, ഞാൻ ദൈവവചനം വായിച്ചു തരാം, നമുക്ക് ഇവിടെ അടക്കം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഈ സിസ്റ്റർ വന്ന് ഞങ്ങളെ കാണുന്നത്. എന്നാൽ ദൈവം അനേക ദൈവദാസന്മാരും അനേക ദൈവമക്കളും 1000-ലധികം ദൈവമക്കളും അവിടെ അഹമ്മദാബാദിലുള്ള എല്ലാ ചർച്ച് ഡിനോമിനേഷനുള്ള പ്രിയപ്പെട്ടവരും കടന്നു വന്ന് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ എൻ്റെ കുഞ്ഞിന് നൽകി തന്നു. എന്നാൽ പിന്നെ ബുച്ചിലേക്ക് ഞങ്ങളെ തിരിച്ചു വിട്ടില്ല. അൺസോളിൽ അന്ന് പാസ്റ്റർ KV എബ്രഹാം IPCയിലെ ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോൺസൺ ഒരു കാര്യം ചെയ്യും, ഇവിടെ 6 മാസം ഇവിടെ നിന്ന് ശുശ്രൂഷയ്ക്ക് ഞാൻ ഇതിൻ്റെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി മാറി തരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പിറ്റേ ദിവസം അവിടെ കോട്ടയം മീറ്റിങ്ങിന് ലീഡ് ചെയ്യാൻ പ്രസംഗിപ്പാൻ ദൈവം കൃപ നൽകി. കുഞ്ഞിൻ്റെ അടക്കം മൂന്നാമത്തെ ദിവസം ശുശ്രൂഷ എഴുന്നേൽപ്പാൻ ദൈവം കൃപ നൽകി. ആ സമയത്തൊക്കെ ഈ റിലീഫ് വർക്കിനോട് ബന്ധത്തിൽ ഒത്തിരി പേര് വരുന്നുണ്ട്. അവരെല്ലാം അഹമ്മദാബാദിൽ വന്നും ഫ്ലൈറ്റ് ഇറങ്ങി ഗുജറാത്തിൽ വന്നും എല്ലാവരും എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. എൻ്റെ മോനല്ലേ മരിച്ചു പോയത്, എന്നെ കാണാണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഗുഡ് ന്യൂസിൻ്റെ എഡിറ്റർ അച്ചാനൊക്കെ അവിടെ വന്നു. അന്ന് സാംകുട്ടി ചാക്കോ അല്ലേലിയുടെ എഡിറ്റർ, ഇവരെല്ലാം വന്ന് എന്നോട് പറയുക, പാസ്റ്റർ എന്തിനാ ബുച്ചിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്നേ, നിങ്ങളെ കാണാനും നിങ്ങളെ സഹായിപ്പാനൊക്കെ ഒത്തിരി പേരോടെ വരിക, പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് നിന്നാൽ നിങ്ങളെങ്ങനെ സഹായിക്കുന്നേ എന്നോട് ഈ സാങ്കുട്ടിച്ചാൻ മാറ്റി നിർത്തി പറയാനിടയായി. ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ പിന്നിലൊന്നും അറിയത്തില്ല. അവരെന്നോട് ഈ ചർച്ചിന് ചാർജ് എടുക്കാൻ പറഞ്ഞു, ഞാൻ ചാർജ് എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നു. 6 മാസം കഴിഞ്ഞപ്പോഴവിടെ നിന്നും കലോൾ എന്ന സ്ഥലത്തേക്ക്, അവിടെ നിന്നൊരു 20 കിലോമീറ്റർ മാറി കലോൾ ഒരു സ്ഥലത്തേക്ക് എന്നെ പോസ്റ്റിംഗ് അയച്ചു. ഞങ്ങൾ അവിടെ നിന്നു. എന്നാൽ എൻ്റെ മിസ്സിസ് സ്ലോലി ഡൗൺ ആകാൻ തുടങ്ങി. അദ്ദേഹം ഒരു ഡിപ്രഷനിലേക്ക് കടന്നു വന്നു. ആരാധന നടക്കുമ്പോൾ പുറകിൽ നിന്ന് ബഹളം വയ്ക്കുക, ശബ്ദം ഉണ്ടാക്കുക, എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷനായി. പിന്നെ ഞങ്ങൾ ഈ മാനസിക രോഗത്തെ നോക്കുന്ന ചില ഡോക്ടർമാരൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ദിവസങ്ങൾ കടന്നുപോയി. കണ്ടിന്യൂസ് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയായി. അങ്ങനെ നാട്ടിൽ പല പ്രാവശ്യം വന്നു. കോലഞ്ചേരിയിലെ മെഡിക്കൽ മിഷൻ, അവിടെ ഒരു ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോയി. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ്, R നമ്പൂതിരി. അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുന്ന അനുഭവങ്ങളാണ്. അവിടെ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഒരിക്കലും കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഇനി എൻ്റെ നോളജ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒരു സ്നേഹിതൻ ഒരു പ്രാസംഗികൻ ഇവിടെ ഉണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്ന യോഹന്നാൻ എന്ന് പറയും, കോലഞ്ചേരിയിൽ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഡോക്ടറെ, ഞാനൊരു പെന്തക്കോസ്തിലെ പാസ്റ്ററാണ്, അവരൊരു യാക്കോബ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരാ, ഞങ്ങളവിടെ പോകത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം തൻ്റെ ഫയലെടുത്ത് എൻ്റെ മുമ്പിൽ ഇട്ടിട്ട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ആ പേപ്പറെല്ലാം കളക്ട് ചെയ്ത് നിരാശയോട് ഞങ്ങൾ തിരിച്ച് വൈഫിനെ വീട്ടിൽ കൊണ്ടുവന്നു. കുറച്ച് നേരം ഇവിടെ നിന്നു. നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തൊടുപുഴയിൽ ഐസക് എന്ന് പറഞ്ഞ സാറ് AGയിലെ ഈ മാനസിക രോഗികളെ ചികിത്സിക്കാനും അവിടെ വലിയൊരു കോളേജൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തന്ന ഒരാളെ ഞങ്ങൾ അവിടെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നു അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞ്, പക്ഷേ നിങ്ങളൊരു മണ്ടനാ, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, കാരണം ഇത് പ്രാർത്ഥന കൊണ്ട് മാറുന്നതല്ല, ഇത് മാനസിക രോഗമാണ്, ഇത് മാറണമെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തെങ്കിലേ മാറത്തുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തെറാപ്പി ചെയ്തു, ഹിപ്നോട്ടിസം ചെയ്തു. പക്ഷേ അവിടെയൊന്നും ഒരു ആശ്വാസമില്ല. പുള്ളിക്കാരി കൊണ്ട് റൂമിനകത്ത് കയറ്റി പുള്ളിക്കാരിയോട് പറഞ്ഞ്, നിങ്ങളിപ്പോൾ നിങ്ങൾ ഉറങ്ങുക, പൂന്തോട്ടത്തെ ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ച് പുള്ളിക്കാരി ഉറങ്ങിയ പോലെയായി. എഴുന്നേറ്റ് വന്നു, നിങ്ങളുടെ അസുഖമെല്ലാം മാറിയെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ വന്നു. പക്ഷേ ബസ്സിൽ കയറിയപ്പോൾ വീണ്ടും പഴയതുപോലെയായി. പിന്നെ
നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി 2004 വൈകുന്നേരമായപ്പോൾ ഈ KV എബ്രഹാം എന്ന് പറഞ്ഞ ഈ ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺസൺ പാസ്റ്റർ, ഞങ്ങൾ നാളെ അങ്ങോട്ടൊന്ന് വരികയാണ്. ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം ഉണ്ട്, കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ 2 കാറിനോട് വരും, അത്യാവശ്യം ചില കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വരുന്നതെന്ന്. പക്ഷെ അവർ വന്നു, എന്നെ മാറ്റി നിർത്തി, എൻ്റെ കയ്യിൽ ഒരു 5000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് ഇനി ഇവിടെ തുടർന്ന് നിൽക്കാൻ പറ്റത്തില്ല, പുള്ളിക്കാരി കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യും, സൗഖ്യം കിട്ടിയിട്ട് മടങ്ങി വരാൻ പറഞ്ഞ് അവർ ഞങ്ങളെ പറഞ്ഞു വിടുകയാണ്. ഞാനന്ന് ആ പൈസ വാങ്ങിയിട്ട് അലമാരി വെച്ചിട്ട്, അത് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ബാവുച്ചെറിയൻ പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന പോലൊരു സംഭവമുണ്ട്, എന്നോട് പൊയ്ക്കോളാൻ പറയുക. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ, മോനെ, കർത്താവാണ് നിന്നെ വേലയ്ക്ക് വിളിച്ചത്, മറ്റാരുമല്ല, ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പാസ്റ്റർ പല പ്രാവശ്യം വീട്ടിൽ വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായി. സെൻട്രലിൽ പല ദൈവാസന്മാർ വന്നു. അങ്ങനെ കുറച്ച് നാളിവിടെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ വന്നപ്പോൾ ഈ നോർത്ത് സെൻട്രൽ റീജിയൻ NR എന്ന് പറയും, അവിടെ KT തോമാച്ചാൻ്റെ ഒരു സഭ എന്നോട് ഒരു കൂട്ടുകാരൻ മുഖാന്തരം റായ്ബറേലിയിൽ, UP റായ്ബറേലിയിൽ ചർച്ചിൽ പാസ്റ്റർ ഇല്ല, ഒരു സഹോദരനാണ് ആരാധന നടത്തുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് അവിടെ ഒരു വേക്കൻസി ഉണ്ട്, പാസ്റ്ററിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ KT തോമാച്ചാനെ കാണാൻ വേണ്ടി ഡൽഹി ചെന്നു, കണ്ടു. എന്നോട് പറഞ്ഞ് ആ സഭയുടെ ചാർജ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചാർജ് എടുത്തു. ആ സമയം എപ്പോഴും വയലൻ്റ് അല്ല. ആ സമയത്ത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം ദാനം നൽകി തന്നു. അവളൊക്കെ 3 വയസ്സ് പ്രായമുണ്ടായി. ഈ കുഞ്ഞിനെ ഒന്നൊക്കെ മമ്മിയുടെ മാതാവ് നോക്കാനുള്ളൊരു മനസ്ഥിതി ഇല്ല. കുഞ്ഞിനെ ഉപദ്രവിക്കും. വയലൻ്റ് ആവുന്ന സമയത്ത് ഞാൻ പിടിച്ചാൽ നിൽക്കത്തില്ല, എന്നെ ഉപദ്രവിപ്പാനൊക്കെ കടന്നു പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റും, ഒരു ദിവസം ഉറങ്ങണമെങ്കിൽ 2 ക്യാപ്സ്യൂളൊക്കെ വെച്ച് കൊടുത്ത ദിവസങ്ങളുണ്ട്. അവിടെ വെച്ചെന്ന് ചാർജ് എടുത്തു. 8 മാസം നിന്നുള്ളൂ. അവിടെ നിന്നും പ്രശ്നമായി. ഒരു ദിവസം കുഞ്ഞ് പാല് കുടിച്ചില്ലെന്ന് പറഞ്ഞ കൊച്ചിനെ അടിച്ച ഉടനെ ഞാൻ ചെന്നു, ഉടനെ കൊച്ചിനെ പിടിച്ചു വാങ്ങിയപ്പോൾ എന്നെ ഉപദ്രവിക്കാനായിട്ട് കത്തിയുമായിട്ട് എടുത്തിന് കുത്താണ്ട് നിൽക്കുമ്പോൾ ഈ ബഹളം കേട്ടിട്ട് അടുത്ത വാതിൽ തുറന്ന അടുത്ത ഫ്ലാറ്റാണ് നമ്മുടെ വിശ്വാസികൾ താമസിക്കുക. അവർ പെട്ടെന്ന് ഓടി വന്നു, ഈ കത്തി പിടിച്ചു വാങ്ങി. എന്നിട്ട് പറഞ്ഞ് അവർ വിളിച്ച് പിറ്റേ ദിവസം NRലെ KT തോമച്ചാനെ വിളിച്ച് കാര്യം പറഞ്ഞ് അദ്ദേഹം 4 ദിവസം കഴിഞ്ഞ പിന്നെ ഫോൺ ചെയ്ത്, പാസ്റ്ററെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ട, നിങ്ങളെ നീ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അവിടെ നിന്നൊക്കെ പോരെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക സ്ഥിതി ഭയങ്കര, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തൊരു മാനസിക വിഷമമാണ്. കരയും, എത്രയോ ദിനരാത്രങ്ങൾ കരയും, കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥിതി വന്നത്, ഒരു മാറ്റമില്ലേ എന്നൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിടുതലില്ലാതെ വന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ച എത്രയോ ദിനരാത്രങ്ങൾ നമ്മൾ പറയുന്നത് കണ്ണീര് കൊണ്ട് ഉറങ്ങിയ ദിവസങ്ങളൊക്കെ ഒത്തിരി ദിവസങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ദൈവം നിലനിർത്തി. അങ്ങനെ അപ്പോൾ ഡോക്ടർമാർ പറയും, നിങ്ങളൊരു ആൺകുട്ടിയല്ലേ മരിച്ചേ, ഒരു ആൺകുട്ടി നിങ്ങൾക്ക് ലഭ്യം ഉണ്ടായാൽ, ഒരു ദൈവം തന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ചില വർഷം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞിനെ നൽകി തന്നു. അപ്പം ആൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് എൻ്റെ മോനാന്നും പറഞ്ഞ് ഓടിച്ചെന്ന് പിടിച്ചു വാങ്ങുന്ന ഒരു അനുഭവങ്ങളുണ്ടായിരുന്നു. ആ സമയം 2-3 പേരിൻ്റെ കോളറിന് പിടിക്കുകയും ഈ വട്ടുപിടിച്ച CA എവിടെയെങ്കിലും കൊണ്ട് ചങ്ങലക്കിടാനൊക്കെ പറഞ്ഞ് അന്നൊക്കെ തള്ളി മാറ്റിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. എന്നാൽ ഇളയൊരു കുഞ്ഞും കൂടെ ജനിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡെലിവറി നടന്നത് മദ്രാസിൽ വെച്ചാണ്. ഏകദേശം 6 നേഴ്സുമാർ പിടിച്ചുകൊണ്ടാണ് ഡെലിവറി നടക്കുന്നത്. അതുപോലെ വയലൻ്റ് ആയിരിക്കുന്ന ഒരു സമയമായിരുന്നത്. എന്നാൽ കുഞ്ഞിന് ദോഷമൊന്നും വരാതെ വണ്ണം ദൈവം ആ ഡെലിവറിയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി ആ പുള്ളിക്കാരിയെ അങ്ങനെ ആക്കി തീർത്തു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ചില മാസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ നാട്ടിൽ വന്ന് ഇവിടെ നിന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാതൃസഭയിലെ, എൻ്റെ നേർപ്പാറ മാതൃസഭയിലെ ചില സഹോദരങ്ങൾ ഡൽഹി സ്റ്റേറ്റിലെ കൗൺസിൽ മെമ്പറാണ്. അതിലൊരു ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗുഡ്ഗാവിൽ ഒരു ചർച്ചുണ്ട്, IPC മെയിൻ ചർച്ചാണത്. ആ ചർച്ചിലെ പാസ്റ്ററിൻ്റെ വൈഫിന് നാട്ടിലേക്ക് ട്രാൻസ്ഫറായി, അദ്ദേഹം നാട്ടിലേക്ക് പോവുക. അപ്പോൾ അവിടെ പാസ്റ്റർ ഇല്ല. അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട്, അന്ന് ഡൽഹി സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ K. ജോയിച്ചാനാണ്.
ജോയിച്ചാൻ്റെ അടുക്ക് ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചർച്ചിലെ മെമ്പേഴ്സ്, കൗൺസിൽ മെമ്പർ ഉള്ളതുകൊണ്ട് അവർ ജോയിച്ചാണ്ട് സംസാരിച്ച് ഞങ്ങളുടെ ഒരു പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്, പാസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജോയിച്ചാൻ പറഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. ഈ രാജു പൂക്കാല പാസ്റ്ററിൻ്റെ ചർച്ചിലെ മെയിൻ പാസ്റ്ററാണ് ഇപ്പോൾ അലക്സാണ്ടർ പാസ്റ്റർ. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് എന്നെ പേഴ്സണലായിട്ട് അറിയാമായിരുന്നു, ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ജോയിച്ചാനെ കണ്ടാൽ മതി, ഞാൻ ഒഴിഞ്ഞു തരാം, ചർച്ച് ഞാൻ മാറിത്തരാം. ജോൺസൺ പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഇത് സ്ഥലമാറ്റത്തിൻ്റെ സമയമല്ല, ആ ചർച്ച ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി ചർച്ച് പരിചയപ്പെടുത്തി. ആ സഭയുടെ ചാർജ് ഞാൻ എടുത്തു. അവിടെ ദൈവത്തിൻ്റെ കൃപയാൽ 4 വർഷം ഇരുന്നു. അവിടുത്തെ 4 വർഷം എന്ന് പറഞ്ഞാൽ 40 വർഷത്തിൻ്റെ എക്സ്പീരിയൻസാണ്. അതുപോലെയാണ് വൈഫിൻ്റെ ആ അസ്വസ്ഥതകളും ഭാരങ്ങളെല്ലാം കടന്നു വന്നേ. പല സന്ദർഭങ്ങൾ വീട് വിട്ടിറങ്ങി ഓടുക, എന്തെങ്കിലും കുക്ക് ചെയ്താൽ മണിക്കൂറോളം അവിടെ നിൽക്കുക. ഈ വയലൻ്റ് ആവുന്ന സമയത്തൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പം ഒത്തിരി ദൈവദാസന്മാരെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കും. അപ്പം ഡോക്ടർമാരൊക്കെ മാറി മാറി കൊണ്ടുപോയി കാണിക്കും. എല്ലാ വർഷവും കുമ്മനാട് കൺവെൻഷൻ കൊണ്ടുവരും. ആ മഹായോഗം അനൗൺസ്മെൻ്റ് ചെയ്യും. പാസ്റ്റർ ജോൺസന്റെ വൈഫിന് മാനസിക രോഗത്തെ ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കണം. ആ യോഗം പ്രാർത്ഥിക്കും. അങ്ങനെ പാസ്റ്റർ ജേക്കബ് ജോൺ അവറുകൾ എന്ന് പറഞ്ഞാൽ IPC പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം, ഇവരുടെ ഫാമിലിയുമായിട്ടൊരു വലിയൊരു ആത്മീയ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളെ കാണാൻ വരികയും ഗുജറാത്തിലും ഡൽഹിയിലും ഹരിയാനയിലൊക്കെ ഞങ്ങളെ കാണാൻ വരികയും ഞങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചു, ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഒരു വിടുതൽ കിട്ടുന്നില്ല. അപ്പം ഈ സന്ദർഭങ്ങളൊക്കെ ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാത്തവർ, ഭൂതം കൂടിയവർ, മാനസിക അസ്വസ്ഥ ഉള്ളവർ, അങ്ങനെ പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സൗഖ്യം ഓൺ ദ സ്പോട്ട് ദൈവം സൗഖ്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിഷയത്തിനൊരു സൗഖ്യമില്ല. അപ്പോഴൊക്കെ ദൈവത്തോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ വിഷയത്തിന് ഒരു സൗഖ്യമില്ലാത്തത്? പലരും വിളിച്ച് ഭ്രാന്തി എന്ന് വിളിച്ച് കളിയാക്കുന്നവരുണ്ട്. പാസ്റ്ററിന്റെ ഭാര്യയ്ക്ക് വട്ട എന്ന് പറഞ്ഞവരുണ്ട്. ഒരു ദിവസം ചില വിശ്വാസികളുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ചിലർ കൂടിയിരുന്നുകൊണ്ട് പാസ്റ്ററിന്റെ ഭാര്യയുടെ വട്ടെന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അന്ന് പുള്ളി പോലെ ആംഗ്യങ്ങളൊക്കെ കാണിക്കും, കാരണം നോർമലല്ലോ, അത് കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. ആ കാല് പുറകോട്ട് വെച്ചിട്ട് തിരിച്ചു പോകുന്ന ദിവസങ്ങളുണ്ട്. പുള്ളിക്കാർ ചായ ഇട്ട് മേശപ്പുറത്ത് വെച്ചാൽ ഈ പാസനേജിൽ കോട്ടേജ് മീറ്റിംഗ് വരുമ്പോൾ 30-35 ചായ പോലും ആരും കുടിക്കാതെ ഗ്ലാസുകളിൽ ഇരുന്നിട്ട് പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് ഈ ശോധന, എന്തുകൊണ്ടാണ് വിടുതലില്ലാത്തത്? പ്രാർത്ഥിച്ചിട്ടുണ്ട് വിടുതൽ. എൻ്റെ ജീവിതത്തിലെ കുറവുകളാണോ? കുറവാണെങ്കിൽ കർത്താവ് ക്ഷമിക്കണമേ. ദൈവത്തോട് പല വട്ടം ചോദിച്ചിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങൾ ഉറക്കമില്ല. ഇപ്പോൾ ഒരു ദിവസം പറയുക, നിങ്ങളൊരു 7 ദിവസം ഉപവസിക്കുക, 11 ദിവസം ഉപവസിക്കുക, അല്ല 21 ദിവസം ഉപവസിക്കുക, 3 ദിവസം ഉപവസിക്കുക. ഇത് പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഉപവാസമാണ്. ഒരു വർഷം 360 ദിവസം ഉണ്ടെങ്കിൽ 3 ദിവസവും ഉപവാസവും പ്രാർത്ഥനയും. പക്ഷേ വിടുതലില്ല. അങ്ങനെ വയറിനൊക്കെ എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയായി. ഒത്തിരി ദേവദാസന്മാർ വന്നു, പല കാർത്തദാസന്മാർ. ചിലർ പറഞ്ഞു, പക്ഷേ ജീവൻ വെച്ചുള്ള കളി, ടിക്കറ്റും പൈസയും തന്നാൽ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുക, അത് വിടുതൽ കിട്ടും. അങ്ങനെ വന്നു പോയവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വിടുതലും ലഭിച്ചില്ല. അങ്ങനെ സ്ഥലമാറ്റം വരുമ്പോൾ ഞങ്ങളൊക്കെ ആർക്കും വേണ്ട. അവരെഴുന്നേറ്റ് പറയും, കമ്മിറ്റിക്കാർ എഴുന്നേറ്റ് പറയും. കമ്മിറ്റിക്കാരും സഭയിലെ പ്രധാന പുരുഷന്മാരും ഈ കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യും. ഈ സ്ഥലമാറ്റത്തിൻ്റെ സമയമാകുമ്പോൾ അവർ പറയും, ജോൺസൺ പാസ്റ്റർ കുടുംബമാണ് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ 17 വർഷം നോർത്ത് ഇന്ത്യയിൽ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പ്രവർത്തിപ്പാൻ ദൈവം കൃപ നൽകി. പാസ്റ്റർക്ക് ബോംബെയിലാകുമ്പോൾ പറയാം, നോർത്ത് ഇന്ത്യയിൽ ഒരു പുതിയ സ്ഥലത്ത് വേല ചെയ്യണമെങ്കിൽ എന്ത് കഷ്ടപ്പാടാ. കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി ഒരു വർഷം 4 വീടുകൾ മാറിപ്പോയ അനുഭവങ്ങൾ, വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങൾ, അങ്ങനെയൊക്കെ ഒത്തിരി മാനസികമായ ഭീതി അനുഭവിച്ചു. എന്നാൽ ഈ ഗുഡ്ഗാമിൽ ഇരിക്കുന്ന സമയത്താണ് ദൈവം ഒത്തിരി ശോധനയിൽ കൂടെ ഞങ്ങൾ വിടുകയാണ്. എന്നാൽ ഒത്തിരി നേഴ്സുമാർ നമ്മുടെ ചർച്ചിലുള്ളതുകൊണ്ട് പുള്ളിക്കാരുടെ അവസ്ഥ അവർക്കറിയാം. അവർ പലപ്പോഴും ഞാൻ വിസിറ്റിങ്ങിന് പോകുമ്പോൾ സഹോദരിമാർ കടന്നു വരികയും വീട്ടിൽ ഇരിക്കുകയും ഞാൻ വരുന്ന സമയത്ത് അവർ മടങ്ങി പോവുക ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയം 2009 ഭയങ്കരമായിട്ട് വയലന്റിലായി, പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ, ദിവസങ്ങളോളമായി വയലന്റിലാണ്, പിടിച്ചാൽ കിട്ടിയാൽ. അപ്പോൾ സഭയിലെ വിശ്വാസികളെല്ലാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ്, പാസ്റ്റർ കെ ജോയിച്ചാണ്ട് പറഞ്ഞ്, അച്ഛാ എന്നെ പോലെ പാസ്റ്റർ വൈഫിന് വീണ്ടും ഭയങ്കര പ്രശ്നമായി, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ജോയിച്ചാൻ ഒരു രാത്രി എന്നെ വിളിച്ച്, മോനെ നീ ഒരു കാര്യം ചെയ്യും, അത് പേരൻസിൻ്റെ അടുക്കിലേക്ക്, പുള്ളിക്കാരുടെ പേരൻസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ ചർച്ചിലെ സഹോദരങ്ങൾ പെട്ടെന്ന് തൽക്കാൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ അവിടെ നിന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന്
അവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ്. ട്രെയിനെ കയറ്റി വിടുന്നു. ചെന്നൈയിൽ സെൻട്രലിലാണ് അന്ന് പപ്പയൊക്കെ ഉള്ളത്. അങ്ങോട്ട് പോകുന്ന സമയം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ആ ആ ട്രെയിനിൻ്റെ ക്യാബിനകത്ത് ഞാൻ കയറി. പുള്ളിക്കാരിയെ തള്ളി അതിനകത്ത് കയറ്റുന്നത്. അന്ന് 2 മക്കളാണ്. ഇളയ കുഞ്ഞിന് 1 വയസ്സ് പ്രായമുണ്ട്, മൂത്തവർക്ക് 5 വയസ്സ് പ്രായമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ മമ്മിയെ എന്ന് പറഞ്ഞ് കരച്ചിലാണെങ്കിലും ഇളയ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ക്യാബിനകത്ത് കയറി. ക്യാബിനകത്ത് 8 പേരെ ഇരിക്കുന്നു. കൈ കൂപ്പിയിട്ട് ഞാൻ പറഞ്ഞ്, ചെന്നൈ വരെ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം, വൈഫിന് ഇതുപോലെ പ്രോബ്ലം ഉണ്ട്. എന്നാൽ വിദ്യാഭ്യാസമുള്ള സൗഹൃദങ്ങൾ പറഞ്ഞ്, സാറ് ഒരു കാര്യം ഇവിടെ ഇരുന്നോ, ഞങ്ങൾ അപ്പുറമൊക്കെ മാറി അഡ്ജസ്റ്റ് ചെയ്തോളാം, അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ആ സൈഡ് സീറ്റിൽ ഇരുത്തിയിട്ട് ആ വിൻഡോയോട് ചേർത്ത് തോർത്തുകൊണ്ട് പുള്ളിക്കാരുടെ കൈ അങ്ങ് കെട്ടി. കാരണം ഇറങ്ങി ഓടുക. കെട്ടി അവിടെ ഇരുത്തി. ഇപ്പോൾ അപ്പം ബഹളം വയ്ക്കുന്നുണ്ട്, ഒച്ചയും പാട്ടൊക്കെ, കൈയൊടിക്കും, പാട്ട് പാടും. ഞാൻ യാത്ര ഇങ്ങനെ പോവുക. അങ്ങനെ ഇപ്പോൾ യാത്ര പോകുമ്പോൾ TTR വന്നു. അപ്പോൾ TTR കുറച്ച് നേരം ആ ബോഗിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പറഞ്ഞ്, ഒത്തിരി ഡിസ്റ്റർബൻസ് ആണല്ലോ, ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ഇല്ല സാറേ, ഇങ്ങനെ അസുഖമാണ്. അവർ കണ്ടിട്ട് പോയി. അന്ന് ഈ ട്രെയിൻ യാത്ര ചെയ്ത് വിജയവാഡ കഴിഞ്ഞ് നെല്ലൂർ എന്നൊരു സ്റ്റേഷനെത്തി. രാത്രി 3 മണിയായി. നേരം വെളുക്കുമ്പോൾ 3 മണിയായി. ഞാൻ കെട്ടിയിട്ട് കെട്ടഴിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവൾ ഈ ഇളയ വയസ്സുള്ള 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങി പോവുക. അപ്പം ഞാനും ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ഈ ട്രെയിനിൻ്റെ കാറ്റടി, അതൊന്ന് സ്ലീപ്പറിലല്ലേ യാത്ര ചെയ്യുന്ന, കാറ്റടി കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. കൽപ്പാടി കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വൈഫിനെ കാണുന്നില്ല. ഞാൻ ഓർത്ത് ഇനിയും ബാത്റൂമിൽ വല്ലതും പോയതാണെന്ന് ഓർത്ത് ഓടിച്ചെന്ന് ബാത്റൂമിൽ നോക്കി, അവിടെ കാണുന്നില്ല. പെട്ടെന്ന് ഓടി വന്നാൽ ട്രെയിൻ എല്ലായിടത്തും അന്വേഷിച്ചു. അന്ന് എല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് ആരും കണ്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞ്, ഒരു കുഞ്ഞിനെയും കൊണ്ട് നെല്ലൂർ ഒരു സ്ത്രീ ഇറങ്ങുന്ന കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ TTRനോട് ചെന്ന് പറഞ്ഞു, മിസ്സിസിനെ എൻ്റെ വൈഫ് മിസ്സിങ് ആയി, എന്ത് ചെയ്യുന്നു കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുക, ട്രെയിനിൽ കിടന്ന് ബഹളം വെച്ചതാ, നീ മനഃപൂർവ്വം നിൻ്റെ ഭാര്യയെ ഒഴിവാക്കിയാന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് പോലീസ്, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ട്രെയിനിനകത്ത് ഡ്യൂട്ടിയുള്ള പോലീസ് ഞങ്ങളെ കൈമാറി. അവരിരിക്കുന്ന ക്യാബിനകത്തേക്ക് കൊണ്ടുപോയി ലഗേജൊക്കെ എടുത്തുകൊണ്ട്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അടുത്ത സ്റ്റേഷനിൽ അന്വേഷിക്കാം, പറ്റത്തില്ല, നിന്നെ ഞങ്ങൾ വിടത്തില്ല, റെയിൽവേയുടെ നിയമം അനുസരിച്ച് മദ്രാസിൽ കൊണ്ടുവന്ന് പോലീസ് ക്യാമ്പിൽ നിങ്ങളെ ഏൽപ്പിക്കാതെ വിടത്തില്ല, ഇത് ഒരു കൊലക്കുറ്റാന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് എഴുതി മേടിപ്പിച്ച്. ഞാൻ ആ സമയം മിസ്സിസ് മിസ്സിങ് ആയ സമയത്ത് എൻ്റെ ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ ഇതുപോലെ സുജ മിസ്സിങ് ആയെന്ന് പറഞ്ഞു. ഉടനെ പപ്പ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ പല പ്രാവശ്യം വിളിച്ചെടുത്തില്ല. കാരണം അവരൊന്നും വിശ്വസിക്കത്തില്ല ഇത്. കാരണം ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി എന്നേ അവർ വിശ്വസിക്കുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലും വിളിച്ചു പറഞ്ഞു, എനിക്കറിയാവുന്ന കർത്തദാസന്മാരെല്ലാം വിളിച്ചു പറഞ്ഞു. അന്ന് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഷാജിയം പോള്, കോട്ടയത്തുള്ളൊരു ജീസസ് വോയ്സിൽ അനി ജോർജ് ഉണ്ട്, പിന്നെ കായംകുളത്തുള്ളൊരു വർഗീസ് ബേബി വിളിക്കുമ്പോൾ, വർഗീസ് ബേബി അന്ന് നോക്കിയുടെ വലിയ മൊബൈലല്ലേ, കൊച്ചു മൊബൈലാണ് കയ്യിരിക്കുന്നത്. 2005 ശേഷമൊക്കെയാണ് ഈ മൊബൈലൊക്കെ എൻ്റെ കൈ കിട്ടുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞ ശേഷം അദ്ദേഹം പ്രെയർ റൂമിലാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം, പ്രാർത്ഥിക്കുക കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജോൺസൺ ഒരു കാര്യം ചെയ്യ്, ദൈവം എന്നോട് സംസാരിച്ച് ദൈവം തൻ്റെ ദൂതനെ അയച്ചു വിടുവിക്കും, നീ ധൈര്യമായിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ആലോചന ഏറ്റെടുക്കാനുള്ള മനസ്ഥിതി എനിക്കില്ല. അപ്പോൾ ഞങ്ങളെ സെൻട്രലിൽ കൊണ്ട് പോലീസുകാർ ഇറക്കി. അവിടെ ഞങ്ങളുടെ ലഗേജൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ മൂത്ത കുഞ്ഞിനെ, 5 വയസ്സുള്ള കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഓരോ സ്റ്റേഷനിൽ അന്വേഷിച്ച് വരിക. അന്ന് രാത്രി വിജയവാഡയിൽ 12 മണിയായപ്പോൾ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് ക്ഷീണിച്ചു. ഞാനും ബലഹീനനായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിശാച് എന്നോട് പറയുക, നീ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം, നിന്റെ ശുശ്രൂഷ പരാജയമല്ലേ, മരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ആശയം വന്ന്, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി അങ്ങ് മരിക്കാം. കാരണം ഞാൻ തിരിച്ചു വന്നാൽ ആരോട് എന്തുത്തരം പറയും? വൈഫും കുഞ്ഞും മിസ്സിങ് ആയി, എവിടെയാണെന്ന് അറിയത്തില്ല, അവർ ജീവനോടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ലോകം മുഴുവൻ എനിക്കെതിരെ കരം ചൂണ്ടും, ഞാൻ ഒഴിവാക്കിയതാണെന്ന് പറയത്തുള്ളൂ. കാരണം 9 വർഷമായില്ലേ അനുഭവിക്കുന്ന കഷ്ടത. അതുകൊണ്ട് എല്ലാവരും എന്നെ അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ചിന്ത അതിന് വന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ സ്റ്റേഷൻ്റെ അതിർത്തി കഴിഞ്ഞാൽ ഇരുട്ടുള്ള സ്ഥലമാണ്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തു.
അങ്ങനെ ഇരിക്കുന്ന സമയം എൻ്റെ വൈഫ് ഹൗസിലേക്ക് വിളിച്ചു. എൻ്റെ വീട്ടിലേക്ക് വിളിച്ചാൽ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഉടനെ എൻ്റെ വൈഫ് ഹൗസിലേക്ക് വിളിച്ചപ്പോൾ മമ്മി വളരെ ഉച്ചത്തിൽ അല്ലേലി പറഞ്ഞു, മോനെ നമ്മുടെ കുഞ്ഞിനെയും കൊച്ചിനെയും ദൈവം സുരക്ഷിതമായി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറയുന്നു ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം അവിടെ ചെയ്തൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ ദേവദാസനോട് പറഞ്ഞ ദൈവം തൻ്റെ ദൂതനെ അയച്ചു വിടുവിക്കും. ഈ വൈഫ് ഇറങ്ങി പോകുന്നത് നെല്ലൂർ ഇറങ്ങിയിട്ട് 6 കിലോമീറ്റർ ദൂരം നടന്ന് ഗ്രാമത്തിലൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോവുക. കാരണം ഒരു ലക്ഷ്യമില്ല, എങ്ങോട്ടോ യാത്ര ചെയ്തു പോവുക. 5 ഭാഷ അറിയാം, 3 ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യും. പക്ഷേ തെലുങ്ക് അറിയാം. അവിടെ ചെന്ന് നിൽക്കുക, അവിടെ ചെന്ന് ഈ അങ്ങും ചുറ്റും നോക്കുക, വഴിതെറ്റി വന്ന പോലെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ദൈവം അവിടെ എനിക്ക് വേണ്ടി ചെയ്തൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം, അവിടെ കാൽവറി പെന്തക്കോസ്ത് ഒരു മിഷൻ ചർച്ചുണ്ട്. അവിടെ പാവപ്പെട്ട വിശ്വാസികൾ കൂടുന്ന ഒരു ചർച്ച. മിറ്റിൽ പണിക്കാരും അതുപോലെ തന്നെ കൂലി വേലക്കാരും ഒക്കെ അവിടെ ഉള്ള ഒരു ചർച്ചാണത്. അവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവർ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് ആഹാരം പാകം ചെയ്ത് പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചർച്ചിൽ വരും കുറച്ച് പേര്. അങ്ങനെ വന്ന ശേഷം അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് അവിടെ 2 ദേവദാസന്മാർ, അതിൽ തീമത്തി എന്ന് പറഞ്ഞൊരു കർത്തദാസനുണ്ട്, അതിൻ്റെ കൂടെ ഒരു സഹോദരൻ സഹശുശ്രൂഷൻ ബാസിൻ്റെ സഹശുശ്രൂഷൻ്റെ കയ്യിൽ കുറെ ട്രാക്റ്റ് കൊടുത്ത് അവരെന്നും വിടാറുണ്ട്. അന്ന് ഈ പോകുന്ന സമയത്ത് ഇവർ പ്രാർത്ഥിച്ച് ചർച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ തീമത്തി എന്ന് പറഞ്ഞ കർത്തദാസന്റെ ഹൃദയത്തോട് ദൈവം ഇടപെടുകയാണ്, ഇന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം, ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ട്രാക്റ്റ് കൊടുത്ത് തുടങ്ങാമെന്ന്. നോക്കണം, ദൈവം ഒരുക്കുന്ന വഴികളെ, ദൈവത്തിൻ്റെ മഹാ അത്ഭുതങ്ങളത്. അവിടെ വന്നു, അവിടെ കണ്ടു, അവിടെ വന്നു. അവർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡ് വരെ വന്നപ്പോൾ ഒരു സഹോദരി ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുക. ഇവർ സാധാരണ എന്താണെന്നറിയാൻ വേണ്ടി ഇവരൊന്ന് നോക്കി തിരിച്ചു പോകുന്ന സമയം ആ അദ്ദേഹത്തിൻ്റെ തീമത്തിൻ്റെ വ്യത്യാസനോട് ഒന്നും കൂടി ദൈവാത്മാ പറയുന്നു, നീ അല്പം കൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ടുള്ള ബാഗ് അതിനകത്ത് തുറന്നു കിടക്കുക. അതിനകത്ത് ഞാൻ റെയിൽവേയുടെ ക്യാൻറ്റീനിൽ നിന്ന് കുഞ്ഞിനും വേണ്ടി നിറച്ചു കൊടുത്ത പാലിൻ്റെ കുപ്പിയുണ്ട്. എന്നാൽ ഒരു ചെറിയൊരു ബൈബിള് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ വഴിതെറ്റി വന്നതാണ്. ഉടനെ അവർ അടുത്തൊന്നും കൂടെ ചെന്ന് ചോദിച്ചു, മറുപടി പറയുന്നില്ല. കുഞ്ഞിനെ ചോദിച്ചപ്പോൾ കൊച്ചിനെടുത്ത് അവരുടെ കൈ കൊടുക്കുക. കൊച്ചിനെ കൊടുത്തു. അവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, ഇങ്ങനെ കാണിച്ചു വരാൻ പറഞ്ഞു. ഉടനെ അവരെ പറഞ്ഞ് അറിയിച്ചെല്ലുവോ. ചെന്നെത്തുന്നത് ഈ ദൈവദാസന്മാർ ആ പാസനേജിൽ കൊണ്ടുചെന്ന് അവിടെ ആക്കി. അപ്പം പാസ്റ്ററും അമ്മാമയും പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, മറുപടി പറയുന്നില്ല. തെലുങ്ക് ചോദിക്കുന്നുണ്ട്, ഹിന്ദി സംസാരിക്കുന്നുണ്ട്, ഒന്നും മറുപടി പറയുന്നില്ല. ഒടുവിൽ പാസ്റ്റ് പറഞ്ഞ് അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ആ ചായ ഉണ്ടാക്കി കൊടുത്ത സമയം അമ്മാമ ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ചായ കൊണ്ട് വെച്ചു. പെട്ടെന്ന് ആ ബായി ഊരി താഴെ വെച്ചു. ആർത്തിയോടെ ആ ചായ എടുത്ത് കുടിച്ചു. ഉടനെ ഈ പാസാൻറ്റി പാസങ്ങൾ പറഞ്ഞു ആ ബാഗിങ് എടുക്കാൻ പറഞ്ഞു. ബാഗ് എടുത്ത് എന്തെങ്കിലും അഡ്രസ്സും എല്ലാം കാണും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കിട്ടി. എന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. കാരണം അന്ന് എൻ്റെ മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ പറ്റാതെ, ട്രെയിനിൽ അന്നത്തെ സംവിധാനം ഒന്നും ഇല്ലായിരുന്നല്ലോ. ട്രെയിനിൽ ചെറിയൊരു മാത്രം, അത് 4-5 ബോഗി മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ മൊബൈൽ ഡെഡായി, എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആ പാസ്റ്റർ പറഞ്ഞ ബൈബിൾ ഒന്ന് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഗുഡ്ഗാവിൽ നിന്ന് ഞങ്ങളെ സഹോദരങ്ങൾ കയറ്റിവിടുന്ന സമയത്ത് ഒരു അമ്മച്ചി ഞങ്ങളുടെ ചർച്ചിൽ വരാറുണ്ടായിരുന്നു. അമ്മച്ചി നാട്ടിൽ നിന്ന് വന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി എന്നോട് ഒരു ആലോചന പറയുക, മോനെ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഒരു പേപ്പറിൽ എഴുതി പുള്ളിക്കാരുടെ ബൈബിളിനകത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങൾ ബഹളം വെക്കുക. ഗുഡ്ഗാവിൽ നിന്ന് നിസാമുദ്ദീൻ 27 കിലോമീറ്റർ ഉണ്ട്. വൈകുന്നേരത്തെ സമയം ഭയങ്കര ട്രാഫിക്കാണ്, വേഗത്തിൽ പോകണം. അപ്പം ഭാഷയെ വേഗം ഇറങ്ങുമെന്ന് പറഞ്ഞ്, അല്ല ട്രെയിൻ മിസ്സിങ് ആവുമെന്നും പറഞ്ഞ് അവർ ഞങ്ങളെ ബഹളം വെക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചർച്ചിൻ്റെ ലെറ്റർപാട് വലിച്ചു കയറി ഫാദറിലൂടെ ഫോൺ നമ്പറും എൻ്റെ ഫോൺ നമ്പറും എഴുതി ഫ്രം ടു എഴുതി പുള്ളിക്കാരുടെ ബൈബിളിനകത്ത് അറിയാതെ വെച്ചു. ഞാൻ ആ കാര്യമൊക്കെ മറന്നുപോയി. എന്നാൽ ആ ദൈവദാസൻ ആ ബൈബിള് തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഈ പേപ്പറാണ്. ദൈവത്തിൻ്റെ മഹാ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ കർത്തദാസൻ പെട്ടെന്ന് സന്തോഷത്തോടെ എൻ്റെ ഫാദറിലോയെ വിളിച്ച്, നിങ്ങളുടെ മോളും കൊച്ചും ഞങ്ങളുടെ കയ്യിലുണ്ട്, വഴിതെറ്റി വന്നതാണ്,
ഞങ്ങൾ അടുത്ത ട്രെയിനെ കയറ്റി ഞങ്ങൾ മദ്രാസ് സെൻട്രലിൽ വിടാം, ഒരു ദൈവദാസനെ കൂട്ടി വിടാം, അവിടുന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ വേറൊരു സിറ്റുവേഷൻ, ഞാൻ ഈ ലോകം വിട്ടു പോകാമെന്ന ഒരുക്കത്തോടു കൂടി ഞാൻ അങ്ങോട്ട് വിളിച്ച് യാത്ര ചെയ്യാൻ വിളിക്കുമ്പോഴാണ് ഈ മമ്മി ഉച്ചത്തിൽ അല്ലേലു പറഞ്ഞ ശബ്ദം കേട്ടത്. അപ്പം ദൈവം നമുക്ക് ആർക്കും കടക്കാരനല്ല. ദൈവം ഒരു അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി അന്ന് ചെയ്തു. ആ ദൈവദാസന്റെ ആലോചന പ്രകാരം ദൂതനെ അയച്ചു വിടുവിച്ചു. അങ്ങനെ അവരവിടെ കൊണ്ടുവന്ന് സെൻട്രലിലാക്കി. എന്നിട്ട് ആ ദൈവാസൻ തിരിച്ചു പോകുന്ന നേരത്ത് പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല, ഈ പാസ്റ്ററിനെ കണ്ടിട്ട് വേണം എനിക്ക് പോകാമെന്ന് പറഞ്ഞ. അങ്ങനെ വിജയവാഡയിൽ നിന്ന് ഫോൺ ചെയ്ത് ഞങ്ങൾ തിരിച്ച് ചെന്നൈ വന്നു. ഈ കർത്തദാസനെ കാണുവാനിടയായി. ഞാൻ ഒത്തിരി നന്ദി, അദ്ദേഹത്തിൻ്റെ കാലെ പിടിച്ച് നന്ദി പറഞ്ഞു. പക്ഷെ ദൈവം അവിടെ ഒക്കെ ഞങ്ങൾക്ക് വലിയ അനുകൂലമായിട്ട് പ്രവർത്തിച്ചു. 4 മാസം ശേഷം ഞാൻ തിരിച്ച് എൻ്റെ പുള്ളിക്കാരിയും കൊച്ചിനെയും ഞാൻ പാർക്കുന്ന സ്ഥലം ഗുഡ്ഗാവിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഉപവസിച്ച് മടുത്ത് ഇനി ഞാൻ ദൈവസ്ഥാനിൽ ഉപവസിക്കുന്നത് ഒന്നെങ്കിലും പരിപൂർണ സൗഖ്യത്തോടുകൂടെ കർത്താവിൻ്റെ വേലയെ എൻ്റെ കൂടെ ഒപ്പം ആക്കണം. അങ്ങനെ ഞാൻ 21 ദിവസം തീരുമാനമെടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 17ാമത്തെ ദിവസം പ്രാർത്ഥിച്ച് ഞാൻ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഞാനൊരു ദർശനം കാണുകയാണ്. ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് എന്നെ വിളിക്കുക, എൻ്റെ പുറകെ ഇറങ്ങി വരാൻ പറഞ്ഞു. എന്നെ തട്ടി ഉണർത്തി. ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് ഞാൻ ആ മനുഷ്യൻ്റെ പുറകെ ഇറങ്ങി ചെന്നു. അപ്പോൾ അദ്ദേഹം മുമ്പിൽ നടക്കുന്നു, ഞാൻ പുറകെ നടക്കുന്നു. എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? അപ്പം ഞാൻ ചോദിച്ചതിന് അദ്ദേഹം ഫ്രണ്ടിൽ നടന്നിട്ട് ഒരു ചിരിക്കും, മറുപടി ഒന്നും പറയുന്നില്ല. അല്പദൂരം നടത്തിയ ശേഷം ഒരു ചെറിയ നദി എന്നെ കടത്തി. മുട്ടിന് താഴോട്ടുള്ള വെള്ളമുള്ളൂ. അതെങ്ങനെ നടത്തി അക്കരെ കൊണ്ടുവന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ കാണുന്ന കുന്നിൻ്റെ മുകളിൽ ജീവവൃക്ഷത്തിൻ്റെ ചെടിയുണ്ട്, പോയി പറിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നോക്കുമ്പോൾ ഇപ്പം ഈ നമ്മുടെ ഈ മൺസൂൺ സീസൺ പോലെ മഴ വന്നിട്ട് പുല്ലുകൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു വലിയൊരു കുന്ന് പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നടന്നു പോവുക. പുല്ലും കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഞാൻ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഏകദേശം ഒരു 150-നും 100-നും ഇടയ്ക്ക് പ്രായമുള്ള 2 പിതാക്കന്മാരെ കണ്ട്. ആ പിതാക്കന്മാരിൽ അതിൽ ഒരാൾ ചുരുണ്ടുകൂടി ഒരു പഴയ ഡെറി കിടക്കുന്നു, വേറൊരാൾ ഒരു പഴയ കസേര ഇങ്ങനെ ചാരിയിരിക്കുക. ഞാൻ ഈ ചാരിയിരിക്കുന്ന അപ്പച്ചൻ്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ, ഞാൻ വന്നത് ഈ ജീവവൃക്ഷത്തിൻ്റെ ചെടി പറിക്കാനാന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ഇങ്ങനെ വിറയ്ക്കുന്ന കൈകൊണ്ട് ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞ് കിടക്കുന്ന ആളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുന്നത് എൻ്റെ വൈഫിൻ്റെ തലയിൽ എൻ്റെ കൈ ഇരിക്കുന്നതാണ്. 2009 നവംബർ മാസം 10-ാം തീയതി അത്ഭുതകരമായൊരു സൗഖ്യം ദൈവം എൻ്റെ വൈഫിന് അയക്കുകയാണ്. കാരണം ഒരു മുഴുഭ്രാന്തിയായി മാറി. നാട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഭൂതാന്ന് പറഞ്ഞ് അനേക ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. അവർ പറയുന്ന പോലെ എല്ലാം കാണിക്കും, ആംഗ്യം കാണിക്കും, ഇരിക്കും, ഇതെല്ലാം ചെയ്ത് എല്ലാവരുടെ നടുവിൽ നിന്ന വിഷയമായി. എല്ലാവരും കാണുമ്പോൾ, ഞങ്ങളെ കാണുമ്പോൾ മാറിപ്പോകും. പലരും ഞങ്ങളെ കുറിച്ചു നോക്കും. അദ്ദേഹം വലിയ പാവം ചെയ്തിട്ടാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. നമ്മളെ വിധിച്ച ഒത്തിരി പേരുണ്ട്. അപ്പോഴെല്ലാം ഈ ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണുനീര് മാത്രമുള്ള, അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമയങ്ങളാണ്. കുഞ്ഞു അങ്ങനെ വളരെ ഭാരത്തോടു കൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു അത്. എന്നാൽ 9 വർഷം ദൈവത്തോട് ചോദിച്ച്, കർത്താവേ, എന്തുകൊണ്ടാണ് മാറാത്തത്? എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അത് ഞാനൊന്ന് ഞാനത് ക്രമീകരിക്കാം. ആ സമയത്തെല്ലാം പല രോഗികളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ട്, പക്ഷേ നമ്മുടെ വിഷയത്തിന് ഒരു സൗഖ്യമില്ല. അപ്പം ദൈവത്തോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ വിഷയത്തിന് സൗഖ്യമില്ലാത്തത്? അവിടെയെല്ലാം കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ പിതാവ് മുഖം തിരിച്ച പോലെ ദൈവം മുഖം തിരിക്കുന്നതല്ലാതെ ഒരു ആൻസറും ഇല്ല.
അന്നേരം ഒത്തിരി 100-150 ദൈവാസന്മാർ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും അവരാരും ഈ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. മാസ്റ്ററെ ഇന്ന പോലെ ക്രമീകരണം ചെയ്താൽ അത് വിടുതൽ പ്രാപിക്കും, ഒന്നും പറയുന്നില്ല. ഒത്തിരി പൈസ അങ്ങനെ ചെലവായിപ്പോയി. പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, പല മെഡിസിൻ, പല ഡോക്ടർമാരെ കണ്ടു, കൗൺസിലിംഗ് സെൻ്ററുകൾ, അതുപോലെ ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാർ, അവിടെ എല്ലാം കണ്ടിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ ദൈവം ഒരു പീരീഡ് കൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നാം കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് സ്വർഗത്തെ ദൈവത്തിന് അറിയാം. ദൈവം അയച്ചിട്ടായിരിക്കണം ഇത് വന്നത്, ഞാൻ എന്നും വിശ്വസിക്കുന്നു. അതെനിക്കറിയത്തില്ല. അത് അങ്ങ് ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ 9 വർഷം ദൈവമേ എന്നെ ഇങ്ങനെ കടത്തി വിട്ടിയ? കാരണം നല്ലൊരു ശുശ്രൂഷയിലേക്ക് കയറി വരേണ്ട എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ശക്തമായ അഭിഷേക ശുശ്രൂഷ ചെയ്യുന്നവരെ. ഷാജിയം പോൾ, ജീസസ് വോയിസിലെ നമ്മുടെ അനി ജോർജ്, ആഫ്രിക്കയുടെ എൻ്റെ സ്നേഹിതൻ റോയൻസന്, കായംകുളത്തുള്ള വർഗീസ് ബേബി എന്നറിയപ്പെടുന്നവരെല്ലാം നല്ല ശുശ്രൂഷയില്ല. അപ്പം ആ ഒരു നിലവാരത്തിൽ ഞാനും വളർന്നു വരണ്ട. പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ ഒതുക്കിയതെന്നൊക്കെ എനിക്ക് ദൈവത്തോട് ചോദിക്കാനുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ അനുഭവിച്ച തീച്ചൂളയുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരാത്ത അവസ്ഥകളാണ്. പലപ്പോഴും ചോദിക്കും, കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് പോലെ അവരുടെ മമ്മിയുടെ അടുക്കൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വിസിറ്റിങ്ങിന് പോകുമ്പോൾ സഹോദരങ്ങൾ പറയും, എന്തിനാ പാസ്റ്റർ കഷ്ടപ്പെട്ട് വരുന്നത്, പാസ്റ്റർ അവിടെ നിന്നോ, ഞാൻ വന്നില്ലേലും പ്രശ്നങ്ങളില്ല. അങ്ങനെ എത്രയോ ദിവസങ്ങളും കടന്നുപോയി. ദൈവത്തിൻ്റെ അത്ഭുതമായ കരം തന്നു, വിടുവിച്ചു. എന്നാൽ ഇന്ന് അനേക സ്ഥലങ്ങളിൽ ദൈവം ഞങ്ങളെ അയച്ച് ഞങ്ങളെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കി തീർത്തു. പല സ്ഥലങ്ങളിൽ കടന്നു പോകാനും അവസ്ഥയിലൂടെ പിന്നീട് കടന്നു പോകേണ്ടതായി വന്നു. മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അനേക സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയായി തീർന്നു. എങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരണമെന്നൊരു ചിന്ത എനിക്കില്ലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ തന്നെ കർത്താവിന് വേല ചെയ്യണമെന്നുള്ള ചിന്തയിൽ കൂടെ എനിക്ക് ആയിരിക്കാൻ ദൈവം കൃപ നൽകി. ആ സന്ദർഭങ്ങളൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെയും പുതിയൊരു വർക്കിനോടുള്ള ബന്ധത്തിലേക്ക് തിരിയുവാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പാനും ഡൽഹിയുടെ പല സ്ഥലങ്ങളിലും പ്രെയർ ഗ്രൂപ്പിനോട് ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ കടന്നുപോയി ചെറിയ ഗ്രൂപ്പുകളായിട്ടിരുന്ന് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ഡൽഹി എന്ന സ്റ്റേറ്റിലെ എല്ലാ സ്ഥലങ്ങളിലും മിക്ക പാർക്കിലും ഞങ്ങൾക്ക് കടന്നു പോകുവാനും ഇരിക്കുവാനും പ്രാർത്ഥിപ്പാനെല്ലാം ദൈവം ഈ 15 വർഷത്തിൽ കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് പലരും അവിടെ ടീമിലുള്ള പലരെയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം വഴി നടത്തി മുന്നോട്ട് ദൈവം നയിച്ചു. എന്നാൽ പല രോഗങ്ങൾ കൂടെ ഞങ്ങൾ കടന്നുപോയി. പല രോഗങ്ങളെന്ന് പറഞ്ഞാൽ പല അവസ്ഥകളുണ്ടായി. കുഞ്ഞുങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ. എൻ്റെ മോള് അവള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ഈ പീരീഡ് സ്റ്റാർട്ടായി. പിന്നെ ബ്ലീഡിങ് ആയി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥകൾ വന്നു. അങ്ങനെ പല ഡോക്ടർമാരുടെ അടുക്കൽ കടന്നുപോയി. അന്ന് PG വർഗീസിൻ്റെ മരുമകളാണ് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ. ഞങ്ങളെന്ന് മാത്രമല്ല, അവിടെ എല്ലാ ദൈവദാസ മലയാളികളും അവിടെയാണ് പോകുന്നത്. അവരിങ്ങനെ പല ട്രീറ്റ്മെൻറ്റും പല ടെസ്റ്റും എഴുതി എങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. പിന്നെ ഡൽഹിയിലുള്ള ലേഡി ഹാർഡി, അങ്ങനെ പല ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഒടുവിൽ ദൈവദാസന്മാരുടെ പ്രാർത്ഥിച്ചാണ് അത് അങ്ങ് നിന്നത് എന്ന് പറഞ്ഞാൽ, ആ സമയത്തൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 8-9 പാടുകൾ ചേഞ്ച് ചെയ്യണം. ക്ലാസ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അറ്റൻഡൻസ് എടുത്തതിന് ശേഷം അങ്ങനെ ഫീസിൻ്റെ പ്രശ്നങ്ങളെല്ലാം കടന്നു വന്നു. അതടയ്ക്കാത്തതുകൊണ്ട് ലൈബ്രറി കൊണ്ടിരുത്തേണ്ട അവസ്ഥകൾ വന്നു. അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ വലിയ ഒരു ടോർച്ചറിങ് പോലെ അനുഭവങ്ങൾ കൂടെയൊക്കെ അവർ കടന്നുപോയി. വീടിൽ നിന്ന് വാടക കൊടുക്കാൻ കഴിയാതെ വന്ന സമയങ്ങളിൽ വീട്ടുകാരൻ വന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കി സാധനങ്ങളൊക്കെ വലിച്ചെറിയും. അങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ദിവസങ്ങളൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ടായി. വൈഫിന് അസുഖം വന്നു. മൂത്ത മോക്ക് ന്യൂമോണിയ വന്നു. 3 പ്രാവശ്യം ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞു ഈ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് ഇവിടെ കോവിഡിൻ്റെ സ്റ്റാർട്ടിങ്ങുമായത്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് പേടിയാണ്. ന്യൂമോണിയ മാറിയിട്ടില്ല. ഇത് ന്യൂമോണിയ, ഈ കോവിഡിൻ്റെ സ്റ്റാർട്ടിങ് ന്യൂമോണിയ ആണല്ലോ, വന്നു കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും. കുഞ്ഞിനും സുഖമില്ലാതെ വീട്ടിലിരിക്കുന്നു. പെട്ടെന്ന് വൈഫിന് കോവിഡ് വന്നു. അന്ന് ഒരു ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ഡൽഹിയിൽ മനുഷ്യൻ തല്ലുന്ന ഒരു സന്ദർഭങ്ങളായിരുന്നു. പിടിച്ചു പറിക്കുന്ന സന്ദർഭം. ഓക്സിജൻ ഇല്ലാതെ ആയിരങ്ങൾ മരിച്ചു വീണ ഒരു സന്ദർഭങ്ങളായിരുന്നു.
ആ സമയത്തൊക്കെ പുള്ളിക്കാരിക്ക് കോവിഡ് വന്ന സമയത്ത് പുള്ളീനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വരികയും ഇവിടെ നിന്നൊക്കെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ യാത്ര പറഞ്ഞു പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ പോയെങ്കിലും ആ ക്യാമ്പിൽ ചെന്നെങ്കിലും അവർ അനേകരോട് സുവിശേഷം പറയുവാനും ചിലരെ ദൈവവചനത്തിൽ ഉറപ്പിക്കുവാനൊക്കെ ദൈവം കൃപ നൽകി. അങ്ങനെ വലിയൊരു അനുഭവത്തിലൂടെയാണ് ദൈവം ഞങ്ങളെ കടത്തി കൊണ്ടുവന്നത്. പിന്നെ ഞാൻ ഗുഡ്ഗാവിലിരിക്കുന്ന സമയം എനിക്ക് 2009 തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വൈഫിന് വിടുതലൊക്കെ ലഭിച്ച ശേഷം എല്ലാ ഞായറാഴ്ചയും സമയവും കഴിഞ്ഞാൽ കുറച്ച് ട്രാക്റ്റുമായിട്ട് അവരൊരു സിഗ്നേച്ചർ ടവർ എന്ന് പറഞ്ഞ അടുത്തൊരു വലിയൊരു പാർക്കുണ്ട്. കാരണം വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന പാർക്കാണ്. ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പോകാറുണ്ട്. പോകുന്ന സമയത്ത് വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ കാഴ്ചകൾ കാണാനൊക്കെ ഞാനിങ്ങനെ കൊണ്ടു നടക്കും. കാരണം പുള്ളിയുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആകട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ പോകുന്ന സമയത്ത് എന്നും പോകുന്ന സ്ഥലം ഞങ്ങൾക്ക് പിന്നെ വഴിതെറ്റിപ്പോയി. സ്ഥിരം പോകുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കിൽ ഞാനും വൈഫും 2 പിള്ളേരും ഉണ്ട്. പോകുന്ന സമയം എനിക്ക് വഴി തെറ്റി. ഞാൻ പറഞ്ഞ ദൈവമേ, എന്നും പോകുന്ന സ്ഥലമാണല്ലോ, എന്ത് പറ്റിയെന്ന് വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ പോകുമ്പം 1 മണിക്കൂറിൽ 1 മിനിറ്റ് 10 മിനിറ്റിലും അനേക വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന സ്ഥലം. 8 ലൈൻ ഹൈവേ ആണ്. 8 ലൈൻ അത്. 2 സൈഡിലും സർവീസ് റോഡും 150 160 കിലോമീറ്റർ സ്പീഡാണ് വണ്ടി പോകുന്നത്. ഞങ്ങളും ബൈക്ക് ഓടിച്ച് വന്ന് പുറകിൽ നിന്നൊരു കാറ് വന്ന് എൻ്റെ ബൈക്കിന് ഇടിച്ചിട്ട് ഞാൻ തെറിച്ച് 13 മീറ്റർ തെറിച്ച് പോയി. മുമ്പിൽ കൂടെ പോകുന്ന കാറിൻ്റെ പുറകിൽ വന്ന് അതിൻ്റെ ബോണറ്റിൽ ഇടിച്ച് വീഴുകയാണ്. എൻ്റെ വൈഫും തെറിച്ചു പോയി, കുഞ്ഞുങ്ങളും തെറിച്ചു പോയി. പെട്ടെന്ന് തന്നെ പുറകിൽ കൂടെ വന്ന വണ്ടികളെല്ലാം ബ്രേക്ക് ചെയ്ത് അവിടെ 10-30ഓളം കാറുകൾ അങ്ങും ഇങ്ങും തട്ടാനിടയാ തീർന്നു. കാരണം പെട്ടെന്നുള്ള ബ്രേക്ക് ചെയ്തതുകൊണ്ട് എൻ്റെ നെറ്റി പൊട്ടി. പൊട്ടി ബ്ലഡ് ചീറ്റുക. എൻ്റെ കൈ വലത്തെ കൈ ഒടിഞ്ഞ് തകർന്ന് എൻ്റെ കൈ തൂങ്ങിപ്പോയി. പിന്നെ എനിക്കറിയത്തില്ല, എൻ്റെ കൈ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ വലത്തെ കണ്ണും അടഞ്ഞു പോയി. പെട്ടെന്ന് എനിക്ക് ചിന്ത വന്നു, എൻ്റെ കണ്ണും പോയി, എൻ്റെ കൈയും പോയി, ഞാനൊരു കോമയിലേക്ക് പോകുമെന്നുള്ള ചിന്ത വന്നപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ചു. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിൽ എന്നെ ശുദ്ധീകരിക്കണമേ, നിത്യതയിൽ എന്നെ എടുക്കണമേ എന്നുള്ള പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും വന്ന് പിന്നെ എൻ്റെ ഓർമ്മ അങ്ങ് കുറഞ്ഞു വരുക. പെട്ടെന്ന് തന്നെ ആൾക്കാർ എടുക്കുന്നതും പൊക്കുന്നതും എനിക്കറിയാം. പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നാൽ ഞങ്ങളുടെ കാർ ഇടിച്ചത് ഒരു ഡോക്ടറും കുടുംബമാണ്. അവർ ബാറിൽ നിന്ന് വരുമായിരുന്നു. അന്ന് ലേഡി ഡോക്ടറാണ് കാർ ഓടിക്കുന്നത്. അവർ ഇടിക്കാൻ കാരണം അവർ ആക്സിഡൻറ്റിൽ കാല് കൊടുത്തതാണോ ബ്രേക്കിൽ കാല് കൊടുത്തോ ഒന്നും അറിയത്തില്ല. ബ്രേക്കിൻ്റെ സ്ഥാനത്ത് ആക്സിലേറ്ററിൽ ചവിട്ടിയതാണോ എന്ന് അറിയത്തില്ല. പാഞ്ഞു വന്ന് ഇടിച്ച് ഞങ്ങൾ തെറിച്ചു പോയി. ഞങ്ങളുടെ ബൈക്ക് മുഴുവൻ തകർന്നു പോയി. വൈഫിൻ്റെ സാരിയെല്ലാം അഴിഞ്ഞ് ബൈക്കിൻ്റെ ചുറ്റി പാവാടയും ബ്ലൗസും വേണ്ടി മാത്രം നിൽക്കുക. അന്ന് ഞായറാഴ്ച ദിവസമായിരുന്നുകൊണ്ട് പർച്ചേസിങ് കഴിഞ്ഞ് വന്ന ചിലർ അവർ ഡ്രസ്സ് മേടിച്ചു വന്നവർ ചിലർ നൈറ്റി കൊണ്ടുവന്നൊരു നൈറ്റി പുള്ളിക്കാരെ ഇടിയിപ്പിച്ച്. ഈ സമയം മൂത്ത കുഞ്ഞ്, രണ്ടാമത്തെ കുഞ്ഞ്, ആദ്യത്തെ കുഞ്ഞെല്ലാം മരിച്ചത്. രണ്ടാമത്തെ കുഞ്ഞിന് ചെറിയ പരിക്കുണ്ട്. ഇളയ കുഞ്ഞിനെ കണ്ടില്ല. അപ്പം ഞങ്ങളങ്ങ് ഭയപ്പെടുകയാണ്, കുഞ്ഞ് കാണാതെ പോയെന്നും പറഞ്ഞു. ഞാനല്ല, വൈഫ് ഭയപ്പെടുക. പെട്ടെന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിന്ന് കൊണ്ടുവന്ന്, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, തൊലികളൊക്കെ മുട്ടിലും തലയിലെ നെറ്റിയിലൊക്കെ തൊലിയൊക്കെ പോയിട്ടുള്ളെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ആക്കി. ഞാൻ ICUവിനകത്ത് തന്നെ കയറ്റി അവിടെ കിടക്കുമ്പോൾ അവിടെയും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, അവിടെ TPM ചർച്ചിൽ കൂടുന്ന ഒരു ഡോക്ടറുണ്ട്, ഓർത്തോയിലെ ഡോക്ടറാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അദ്ദേഹം ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരും. ഗുങ്കിൾ ഹോസ്പിറ്റൽ എന്നാണ് എൻ്റെ പേര്, ഗുഡ്ഗാവിലാണ്. അങ്ങോട്ട് വരിക. അങ്ങോട്ട് വന്ന് കാണുകയും അന്ന് പുള്ളിക്കാരനെ ഒരു ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടി വന്നപ്പോൾ ഈ TPM ചർച്ചിലുണ്ടായിരുന്ന ഒരു സഹോദരൻ, അന്ന് ബിജു എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഈ എൻ്റെ ആക്സിഡൻ്റ് അറിയുകയും എന്നെ കാണാൻ വന്നപ്പോൾ ഈ ഡോക്ടർ ഒന്ന് അവിടെ ഉണ്ട്. ഉടനെ ഡോക്ടറിനെ പരിചയപ്പെടുത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ വേറൊരാളുടെ ഓപ്പറേഷൻ ഉണ്ട്. അന്ന് തന്നെ പിറ്റേ ദിവസം എൻ്റെ ഓപ്പറേഷൻ ചെയ്യുക. അദ്ദേഹം എന്നെ വന്ന് പെട്ടെന്ന് എനിക്ക് ബോധമൊക്കെ തെളിഞ്ഞ് എന്നെ വന്ന് കണ്ട് പരിചയപ്പെട്ട്, ഞാനൊരു ബിലീവറാണ്. അദ്ദേഹം നാഗാലാൻഡുകാരനാണ്. ഞാനൊരു ബിലീവറാണ്,
പാസ്റ്റേ, ഞാനാണ് പാസ്റ്ററിൻ്റെ ഓപ്പറേഷൻ നാളെ ചെയ്യുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും, ഒന്നും പേടിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്യുന്ന കാരണം കൈയുടെ എല്ല് മുട്ടിന് മുകളിലേക്ക് പൊടിഞ്ഞു പോയി. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് എടുത്ത് കളഞ്ഞ് ഇപ്പോഴും റാഡിട്ടിരിക്കുകയാണ്. എടുത്ത് കളയണമായിരുന്നു. 1 വർഷം കഴിയുമ്പോൾ അത് എടുക്കണമായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഗുജറാത്തിലെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഈ വണ്ടി ഇടിപ്പിച്ചവരെല്ലാം വലിയ പൈസക്കാരാണ്. പോലീസുകാർ വന്ന് അവർ പുള്ളിക്കാരിയെ ഭീഷണിപ്പെടുത്തി, നിങ്ങളുടെ വണ്ടി ഗുജറാത്ത് രജിസ്ട്രേഷനാണ്, അതുകൊണ്ട് കേസ് നിങ്ങൾക്കെതിരെ വരുള്ളൂ, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി തരാൻ പറഞ്ഞ് എഴുതിക്കൊണ്ട് വന്നിട്ട് പുള്ളിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. പിന്നീട് നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ ഡൽഹി സ്റ്റേറ്റിൽ ഒരു സുപ്രീം കോടതി വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് പിറ്റേ ദിവസങ്ങൾ അവർ നമ്മളെ കാണാൻ വരുമ്പോഴാണ് പറഞ്ഞത്, എവിടെയാണ് കേസ്, ആരാ നോക്കുന്നത്? എന്നാലും ഞങ്ങൾ ഓൾറെഡി പുള്ളിക്കാരെ എഴുതി സൈനിട്ട് കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ ചിലവെല്ലാം ഈ ഡോക്ടറും കുടുംബമാണ് ചെയ്തത്. നല്ല പൈസയായി. അതെല്ലാം അവർ കൊടുത്ത്, ഞാനും അവർ വന്ന് എന്നെ കണ്ടു. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എൻ്റെ ജീവൻ ദൈവം രക്ഷിച്ചല്ലോ എന്നൊക്കെ ഞാൻ അവരോട് പറയാൻ വേണ്ടിയായി. പിറ്റേ ദിവസം എൻ്റെ ഓപ്പറേഷൻ സക്സസ് ആയി നടന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ജോൺസൺ പാസ്റ്ററെ, ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കത്തുള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്ന ഒരു വേദന പോലും അറിയില്ല, ഒരിക്കലും അറിയത്തില്ല, അതുപോലെ ദൈവം ഒരു ക്രിയ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലെല്ലാം ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് അതിൻ്റെ നടുവിലൊക്കെ ദൈവത്തിൻ്റെ കൃപ. കാരണം ഞങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഞങ്ങൾ 4 പേരും ഗുജറാത്തിലെ ഭൂമത്തി മരിച്ചു പോകാമായിരുന്നു. പിന്നെ ഈ ആക്സിഡൻറ്റ് ഞങ്ങൾ മരിച്ചു പോകാമായിരുന്നു. അവിടെ നിന്നൊക്കെ ദൈവം നമുക്ക് ആയുസ് നൽകി, ഞങ്ങൾക്ക് ആയുസ് നൽകി തന്നത് പിന്നെ ഞങ്ങൾ തിരിച്ചറിയേണ്ടതായി. ദൈവത്തിന് ഞങ്ങളുടെ മേലൊരു വലിയൊരു അഭിഷേകമുണ്ട്, ഞങ്ങളുടെ മേലൊരു വലിയ ശുശ്രൂഷയുണ്ട്. അത് തീരാതെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എടുക്കുകയില്ല എന്ന് ഞങ്ങൾക്കൊരു പൂർണ്ണമായൊരു ഉറപ്പുണ്ടായി. അങ്ങനെ ദൈവം അതിൻ്റെ നടുവിൽ നിന്നൊക്കെ വിടുവിച്ചു. അതിൻ്റെയൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഇപ്പോഴും ശരീരത്തിലുണ്ട്, എങ്കിലും ദൈവം ഞങ്ങളെ അവിടെ എല്ലാം അത്ഭുതകരമായി നടത്തി. കുഞ്ഞുങ്ങൾ പല രോഗങ്ങൾ കൂടെ കടന്നുപോയി, പല അസ്വസ്ഥതകൾ കൂടെ കടന്നുപോയി, എങ്കിലും ക്ഷീണിച്ചു പോകാൻ ദൈവം ഇടയാക്കിയില്ല. അവരാഗ്രഹിച്ചത് അവർക്കൊന്നും സാധിച്ചില്ല. അവർ ആഗ്രഹിക്കുന്ന പോലൊന്നും വരാൻ സാധിച്ചില്ല, എങ്കിലും ഇന്ന് അവരെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിർത്തി. പല പ്രാവശ്യം ഞങ്ങൾക്ക് സപ്പോർട്ട് നിന്നുപോയി. ഡൽഹി സ്റ്റേറ്റിൽ നിന്ന് മാറേണ്ട വന്നു. ഹരിയാന സ്റ്റേറ്റിൽ അന്ന് പാസ്റ്റർ KY ഗീവറീസ് എന്ന് പറഞ്ഞ ഒരു കർത്തദാസനാണ്. ആ ദേവദാസൻ്റെ കൂടെ എന്നെ ചേർത്ത് അദ്ദേഹം വാടക തരാമെന്ന് പറഞ്ഞു. വാടക 4 മാസം തന്നു. പിന്നെ അത് പകുതിയാക്കി. പിന്നെ അത് തരാതിരുന്നു. അങ്ങനെ വീട്ടു വാടക കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായ ദിവസങ്ങളുണ്ടായിരുന്നു. വീട്ടുകാരൻ വന്ന് ബഹളം വയ്ക്കും, നിങ്ങളെന്താ ഡേറ്റ് പൈസ തരാത്ത, നിങ്ങൾ വീട് കാലി ചെയ്യണം. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ പല വീടുകൾ മാറി മാറി പാർക്കേണ്ടതായ അവസ്ഥകൾ വന്നു. ആ സന്ദർഭത്തിലെല്ലാം ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന കാര്യം, കർത്താവേ, നീ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് കളങ്കം വരാതെ അത് പൂർത്തീകരിക്കാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നാൽ ദൈവം ചില വഴികളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഞങ്ങൾ അറിയാത്ത ചിലർ ഞങ്ങളെ സഹായിച്ചാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ ഇങ്ങോട്ട് നടക്കാൻ ഇടയായത്. ഇന്ന് രണ്ടാമത്തെ മോള്, അവൾ റേഡിയോളജി കഴിഞ്ഞു, അവൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇളയ കുഞ്ഞ് +2 കഴിഞ്ഞിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. കഴിഞ്ഞ 9 മാസം മുമ്പ് ഞങ്ങൾ ആരാധന നടക്കുന്നത് ഓക്കല എന്ന് പറഞ്ഞ ഒരു കത്തോലിക്കരുടെ ഒരു സെമിനാരിയുടെ ക്ലാസ് റൂമിലായിരുന്നു. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളായിട്ട് RSSകാർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി. തൊട്ടടുത്ത് വലിയൊരു സൊസൈറ്റിയാണ്. ആൾക്കാരോടൊന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് ഓരോ ക്ലാസ് റൂമിലൊന്ന് പല ആരാധന നടക്കുന്നത്, 9 ആരാധന നടക്കുന്നത്. അവിടുത്തെ ആരാധന ബന്ദ് ചെയ്യിപ്പിച്ചു. പിന്നെ നമുക്കൊരു ആരാധന ഇല്ലാതായി. പിന്നെ ഒരു പാസ്റ്ററിൻ്റെ ചർച്ചിൽ ഞങ്ങൾ വൈകുന്നേരം ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അവിടെ പോയി. അവിടെയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കോവിഡിൻ്റെ സമയമൊക്കെ ആയി. അവിടെ നിന്നും ആൾക്കാരെല്ലാം പിന്നെ തിരിച്ചു പോയി. പിന്നെ മുന്നോട്ട് പോക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായി. എന്നാൽ ഇവിടെ അതിന് ശേഷം ആരാധന സ്റ്റാർട്ടായി ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഈ സുവിശേഷ പ്രതിരോധം വളരെ പ്രതിസന്ധി നോർത്ത് ഇന്ത്യയിൽ നേരിടാനിടയായത്. അങ്ങനെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പം ആരാധിക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലമില്ല. ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ അന്വേഷിച്ചു, പക്ഷേ ആരാധിപ്പാൻ ആർക്കും നമുക്ക് റൂം തരികയില്ല. പിന്നെ കോൺഫറൻസ് ഹാള് തരാം എന്ന് പറഞ്ഞ് പലരും പറഞ്ഞു. അത് 35,000 രൂപയൊക്കെ കൊടുത്ത് വേണം ഒരു കോൺഫറൻസ് ഹാൾ എടുക്കാൻ. അതിനുള്ളൊരു സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഓൺലൈനിലായിട്ട് ആരാധന നടത്തുന്നു. എന്നാൽ ഞങ്ങൾ ഓരോ വീടുകളിൽ ചെന്ന്
ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങനെ പിരിയുന്നൊരു അവസ്ഥ. ഇപ്പം 3 വീട്ടുകാരുള്ളൂ. പലരും എന്നോട് പറഞ്ഞു, പക്ഷേ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ഓൺലൈനിൽ ഇരുന്ന് മടുത്ത്, ഇനി ഞങ്ങൾ അടുത്തുള്ള ആരാധനയ്ക്ക് പോവുക, ഇനി നമുക്കൊരു സ്ഥലമായതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്തു. കാരണം നമ്മളായിട്ട് അവരുടെ ആത്മീയ ജീവിതത്തിന് യാതൊരു തടസ്സം നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ പലരും അങ്ങനെ പോയി. ഇപ്പം 3 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളവിടെ താമസിക്കുന്ന ഒരു ഹൈന്ദവ ഒരു ലീഡറിൻ്റെ ഒരു അദ്ദേഹം RSSകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 5 വർഷം ഞങ്ങൾ താമസിച്ചു അവിടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഔട്ട്സൈഡിൽ നിന്ന് ഒത്തിരി പ്രഷർ വന്ന്, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിയെ നിങ്ങളുടെ ഫ്ലാറ്റിൽ താമസിപ്പിച്ചതെന്ന് ചോദിച്ച പ്രശ്നങ്ങളായി. അദ്ദേഹം അന്നേരം ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റും ക്രിസ്ത്യൻ സ്കൂളിൽ അദ്ദേഹം പഠിച്ചു വന്നതുകൊണ്ട് ക്രിസ്ത്യൻസിനോട് വലിയ താല്പര്യമുണ്ട്. കാരണം നമ്മളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല ആൾക്കാരും ആയതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ, ക്രിസ്ത്യൻസിന് മാത്രമേ പുള്ളി വീട് കൊടുക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു കൂട്ടർ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോഴാണ്, വീട് കാലിയായപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ചോദിച്ചത്. അപ്പോൾ ചോദിച്ചത്, നിങ്ങൾ മലയാളികളാണോ? അതെ. ക്രിസ്ത്യൻസ് ആണോ? അതെ. നിങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഞങ്ങൾ തരാം, നിങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. 5 വർഷം കഴിഞ്ഞ് 4 മാസം മുമ്പ് അദ്ദേഹം വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഈ വീട് കാലിയാക്കണം, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വീട് കാലിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളൊരു വീട് അന്വേഷിക്കാൻ തുടങ്ങി. ഞങ്ങൾ 28 വീട് നോക്കി. പക്ഷെ ക്രിസ്ത്യൻസിന് ഇപ്പോൾ വീട് കിട്ടുന്നില്ല അവിടെ. അത് ഫരീദാബാദ് ബോർഡർ ഏരിയയിലും UP ബോർഡറാണ് ഞാൻ താമസിക്കുന്നത്. 3 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അത് നോയിഡയാണ്. 1 കിലോമീറ്റർ മാറിയാൽ ഫരീദാബാദ് സ്റ്റാർട്ട് ചെയ്യുക, ഹരിയാനയുടെ ബോർഡറാണ്. 3 കിലോമീറ്റർ മാറിയാൽ UPയുടെ ബോർഡറാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലും ഈ ജാട്ടുകാരും, ജാട്ട് എന്ന് പറഞ്ഞൊരാൾക്കാരാണ്. കാരണം അവരിച്ചിരി അവരെല്ലാം ഈ RSSൻ്റെ BJP അങ്ങനെയുള്ള പാർട്ടിക്കാരാണ്. പക്ഷെ അവരൊന്നും നമുക്ക് വീടുകൾ ആരും തരത്തില്ല. ഞങ്ങളങ്ങനെ പല സ്ഥലങ്ങൾ, മെറോളി അങ്ങനെ സ്ഥലത്ത് അന്വേഷിച്ചു, കാൺപൂർ എന്ന സ്ഥലം അന്വേഷിച്ചു, പിന്നെ ഞങ്ങൾ ഗോവിന്ദപുരി, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ മലയാളികൾ താമസ ഏരിയയിൽ അവിടെയൊന്നും നമുക്ക് വീട് കിട്ടുന്നില്ല. കാരണം കിട്ടുന്ന വീടൊക്കെ 20,000 രൂപയുടെ മുകളിലാണ്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് വീട് കാലി ചെയ്യണം. അങ്ങനെ അന്വേഷിച്ച് ഒടുവിലായിട്ട് ഞങ്ങൾക്കൊരു പഞ്ചാബി ഒരു ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് കണ്ട്, വീട് കണ്ട് 10,000 രൂപയുടെ വീട്ടിലാണ് വാടക താമസിച്ചത്. അദ്ദേഹം ചെന്ന് 2 അഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് 20,000 രൂപയും +1, അങ്ങനെയാണെങ്കിൽ മാത്രം വീട് തരാം. അപ്പം ഇവർ പറഞ്ഞ വീട് കാലി ചെയ്തു എന്ന് ചോദിച്ചാൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ആ വീട് എടുക്കാനിടയായി. അപ്പം അതൊരു വലിയ എമൗണ്ടാണ്, നമുക്ക് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പകുതി വരെ നമ്മുടെ കയ്യിലുണ്ട്, ബാക്കി ഉണ്ടാകണം. അങ്ങനെ പിന്നെ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ ആ വീടെടുത്ത് 1 വർഷത്തെ 11 മാസത്തെ കൊണ്ട് എഗ്രിമെൻ്റ് എഴുതി ഞങ്ങളവിടെ താമസിക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അനേക ദൈവദാസന്മാർ ജയിലിൽ കിടക്കുന്നു. നമ്മളെപ്പോലെ കർത്താവിന് വേല ചെയ്യുന്നവർ കർത്താവിൻ്റെ വിളി കേട്ട് എല്ലാം വിട്ട് സ്വന്തം ഗ്രാമം വിട്ട് ഇറങ്ങി തിരിച്ച് ഒത്തിരി ദൈവദാസന്മാർ ജയിലിൽ കിടക്കുന്നു. അവരുടെ ഭാര്യമാർക്ക് ഇവരെ പോയി കാണാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭങ്ങളാണ്. അവരുടെ കുഞ്ഞുങ്ങളിലൊക്കെ പഠിത്തം നിർത്തി, പലരും അനാഥരെ പോലെയായി. പലർക്കും സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ പറ്റിയല്ല. കാരണം അവരെ ക്രിസ്തുവിനെ അറിഞ്ഞു എന്നൊരു ഗ്രാമത്തിൽ നിന്നോ അറിഞ്ഞ ഒറ്റ കാരണത്താൽ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ. അവരൊക്കെ പല വീടുകളിൽ തുണി കഴിയും പാത്രം കഴിയും ജീവിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ നോർത്ത് ഇന്ത്യയിൽ ദൈവദാസന്മാർ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ദൈവമക്കൾ, ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും ഞങ്ങളെല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ഡാറ്റയെല്ലാം അവരുടെ കരങ്ങളിലുണ്ട്. ആരാണ് പാസ്റ്റർ, നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. കാരണം ഇന്നിപ്പം നമ്മൾ രഹസ്യമായിട്ട് നമ്മൾ ഒരു വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഹിന്ദിക്കാരായ ഇടയിലേക്ക് പോകാനോ പ്രാർത്ഥിക്കാനോ പറ്റത്തില്ല. ഒരു വിശ്വാസികൾ വിളിച്ചാൽ പോലും ദൈവദാസന്മാർ പോയി പ്രാർത്ഥിക്കാൻ പേടിയാണ്. കാരണം ഇത് എങ്ങനെയെങ്കിലും ഒരു ചതിക്കുഴി പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പോയി പിന്നെ ആരും നമ്മളെ ഒരു ഡിനോമിനേഷനും നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. 1, 2, 3 പ്രാവശ്യം വീട്ടിൽ വന്നോ അവരെ പ്രിയപ്പെട്ടവരെ അന്വേഷിക്കാമെന്ന് മാത്രമല്ലാതെ, സാഹചര്യം ചോദിച്ചറിയുന്നതല്ലാതെ, പ്രാർത്ഥിക്കാമെന്നല്ലാതെ ആർക്കും അവരെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ മലയാളികളായിരിക്കുന്ന ചിലരെ മാത്രം പൈസ കൊടുത്ത് നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ട് പലരും.
ഞങ്ങളിങ്ങനെ ആയിരിക്കുന്ന ചില ദൈവദാസന്മാരുടെ കുടുംബങ്ങളിൽ കടന്നു പോകാനും അവരുടെ ഭാര്യമാരെ കാണാനും കുഞ്ഞുങ്ങളെ കാണാനൊക്കെ ഇടയായി. പക്ഷെ അവരുടെ കണ്ണുനീരും അവരുടെ സങ്കടങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവർ പകരുകയാണ്. എന്ത് ചെയ്യുമെന്നുള്ള കാരണമാണ് ഈ ഹിന്ദിയിലെ കർത്തദാസന്മാരെയൊക്കെ പുറത്തു വരാൻ പറ്റാത്ത വലിയ ജയിലിൽ, കാരണം അവർക്ക് ജാമ്യം കിട്ടത്തില്ല. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. ആ കുറ്റം ചുമത്തിയാണ് പലരും ജയിലിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ചില ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വാര്യപുരം യോനാച്ചാൻ എന്ന് പറഞ്ഞൊരു വലിയ ശക്തനായിട്ട് പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, വടക്കുന്ന് വരുന്ന വാളിനെ തെക്കിന്ന് വരുന്നൊരു തീ ദഹിപ്പിച്ച് കളയും. എന്നാൽ ഇന്ന് തെക്കിൽ നിന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു ഉണർവ് പൊട്ടി പുറപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെല്ലാ വിഷയത്തിനു വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ഈ വടക്കേന്ന് വരുന്ന വാളിനെ ദഹിപ്പിച്ച് കളയും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉണർവ് നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്കറിയാം, എനിക്ക് പല കാര്യങ്ങളും ഈ മീഡിയ കൂടെ തുറന്നു പറയാൻ പറ്റത്തില്ല. ഞാൻ പോയി കണ്ട കാര്യങ്ങൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ ഇതൊക്കെ അവരെ ഹാക്ക് ചെയ്യുന്നവരായിരിക്കാം. അതുകൊണ്ട് ഒരു ഉണർവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മളെ തന്നെ ഒരുങ്ങി നമ്മുടെ രാത്രിയുടെ യാമങ്ങളിൽ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പിൻ്റെ സമയങ്ങളാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിലൊന്നും തണുപ്പൊന്നുമില്ലല്ലോ. എങ്കിലും ഈ മഴയുടെ സീസണാണെങ്കിലും മൂടി പൊതച്ച് കിടന്നുറങ്ങാതെ അരമണിക്കൂറെങ്കിലും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പം. പരിശുദ്ധാത്മാവോട് പറഞ്ഞാൽ മതി, എന്നെ ഒന്ന് തട്ടി ഉണർത്തണമേ. പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി ഉണർത്തും. ആ സമയം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ ഒരു ഉണർവ് നമ്മളിൽ നിന്ന് പുറപ്പെടും. നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ അനേക കോടിക്കോടി വിശുദ്ധന്മാരുടെ നടുവിൽ സ്വർഗം നമുക്ക് വേണ്ടി പ്രതിഫലം നൽകുന്ന സമയത്തും നാം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിനൊക്കെ പ്രതിഫലം ദൈവം നൽകി തരും. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ടെസ്റ്റിമണിയിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, സമയങ്ങളില്ലല്ലോ, ഷെയർ ചെയ്യുന്നില്ല. കാരണം യുക്താനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. കണ്ണുനീരോട് ഇറങ്ങിപ്പോയ അനേക സന്ദർഭങ്ങൾ, അനേക ദൈവദാസന്മാരുടെ ഭവനങ്ങളിൽ നിന്നും, അനേക പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ നിന്നൊക്കെ കണ്ണുനീരോട് ഇറങ്ങിപ്പോയതായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വേദനിപ്പിച്ചവ ഒത്തിരി പേര് ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതിനൊക്കെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ തല ഉയർത്തി നിൽക്കും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളും ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വിഷയത്തിനും ഒരു മറുപടി കിട്ടുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ നിലവിളിക്കുകയാണെങ്കിൽ, വചനം ഇങ്ങനെ പറയും, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനത് തീർക്കും. അതെ, അധികം പ്രയാസമുള്ളത് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. കർത്താവ് പറയുന്നത്, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊടുക്കുക, ഞാൻ അതിനെ ചുമക്കാം. പലപ്പോഴും നമ്മൾ പല ദൈവദാസന്മാരോട് പറഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവുക. കാരണം ആണിപ്പാടുള്ള കരം നീട്ടി കർത്താവ് നമ്മുടെ കരം നിൽക്കുമ്പോൾ അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വേദനയേറിയ വിഷയങ്ങൾ ഏൽപ്പിച്ചിട്ട് നമ്മളൊന്ന് ഫ്രീ ആയാൽ മതി. കർത്താവ് അതിന്മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനായിട്ട് ഉണരുവാൻ, അതിനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സമയം തന്ന പ്രിയ ജോസ് ടി വിയിലെ പ്രിയ പാസ്റ്ററിനും കുടുംബത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം ഇരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം നമുക്കിത് പറയാൻ പറ്റില്ല. എന്താ പറയുന്നത്, നീണ്ട 9 വർഷം ഒരു ഉമ്മത്തിയുടെ അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ 9 വർഷം കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സർവകൃപാലുവായ ദൈവം കർത്താവിൻ്റെ ദാസനെ തന്നെ അത് ഉപയോഗിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആ പട്ടണങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കട്ടെ. ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവം തീർത്ത് ദൈവാനുഗ്രഹകരമായ കുടുംബമായി മുന്നോട്ട് നടത്തട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസൻ ഒരു വാക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഈ ജോയ്സ് മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭക്തദാസനും ദാസിയും ബോംബെയിലായിരിക്കുന്നല്ലോ.
അനേക മീറ്റിങ്ങൾ, അനേക കർത്തദാസന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാൻ കർത്താവെ ഈ പ്രവർത്തനത്തെ ദൈവം സഹായിക്കുന്നതോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ, അനേകർക്ക് അത് ആശ്വാസമായി തീരുവാൻ ഈ മിനിസ്ട്രിയെ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു വിഷൻസ് ഈ കർത്തദാസനും ദാസിക്കും ദൈവം ഒരുക്കി കൊടുത്ത ആ വലിയ ദർശനത്തിനാണ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരുവോളം ഭൂമിയിൽ അവർ ഉള്ളിടത്തോളം കാലം ഇത് പൂർത്തീകരിപ്പാൻ ചെയ്തു തീർക്കുവാൻ വലിയവനായ ദൈവം കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വളരെ ആശ്വാസം അനുഗ്രഹമായി മാറണമേ. അനേകർക്ക് നന്മയായി മാറണമേ. അനേകർക്ക് വിടുതലായി മാറണമേ. കർത്താവേ, ദൈവം ഇവരെ തെരഞ്ഞെടുത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രി ലോകം മുഴുവനും വ്യാപിപ്പാൻ സ്വർഗമിടയാക്കണമേ. അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.